2025 season 1 with a different format last minute stance നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ സീസൺ 2 2026 ലോഞ്ചിന്റെ വേദിയിൽ നമ്മൾ എല്ലാവരും എത്തി നിൽക്കുകയാണ് അല്ലേ. സോ ആസ് ഐ സെഡ് ബിഫോർ വെരി 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 എക്സൈറ്റഡ്. കാരണം ഈ ഒരു ടൂർണമെന്റ് ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ് ഫോർ മെനി 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 റീസൺസ്. അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പോകെ കേൾക്കാം. അപ്പോൾ എവരിവൺ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ടു ദി ഗ്രാൻഡ് ലോഞ്ച് ഓഫ് CCFPL സീസൺ 2. ഓൾറൈറ്റ്, അപ്പോൾ CCFPLന്റെ ഭാഗത്ത് നിന്ന് തന്നെ CCFPLന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഐ ഹാവ് എ co-host, the very dashing, the very handsome, the very energetic. Ladies and gentlemen, let me welcome Mr. Lantis Loniz. Thank you, Melanie. Thank you so much. That's a lovely introduction as well. Thank you so much for being here, all of you. ഒരുപാട് സന്തോഷമുണ്ട് CCFPL സീസൺ 2 ഇവിടെ അതിന്റെ ലോഞ്ചിന് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ. കാരണം കഴിഞ്ഞ സീസൺ സംഭവം ബഹുലമായിരുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. So thank you so much for gathering once again. Thank you so much CCF once again. ഒരു കാര്യമാണ്, അതായത് CCF നമ്മുടെ 2019 സ്ഥാപിതമായത്, അതായത് രജിസ്റ്റർ ചെയ്തത്. സോ ഞാനിവിടെ ഈ മൈക്കുമായിട്ട് നിൽക്കാൻ തന്നെ കാരണക്കാരൻ ശരിക്കും പറഞ്ഞാൽ CCF ആണ്. സോ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ താങ്ക് യു സോ മച്ച് CCF. അടിപൊളി കണ്ടു കൊടുക്കാം. So thank you. So over 400 മെമ്പേഴ്സ് ആണ് ഈ ഒരു CCF സംഘടനയിൽ നമ്മൾ ഉൾപ്പെട്ടത്. അപ്പൊ വെറും ഒരു ക്രിക്കറ്റ് മാത്രമല്ല, ഞാൻ ഫിലിം ഡയറക്ടേഴ്സ് ടീമിലാണ് കളിക്കുന്നത്. സോ വെറും ഒരു ക്രിക്കറ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട്, അതായത് എല്ലാവരും നമ്മുടെ കളിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മഴക്കാലമാകുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. പണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ മഴ വരുമ്പോൾ മഴ, ഇപ്പൊ മഴയാകുമ്പോ അയ്യോ മഴയല്ല, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലല്ലോ, അടുത്ത സീസണിലല്ലേ പറ്റുള്ളൂ ഒരു സങ്കടത്തിൽ ഇരിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. സോ ഒരുപാട് സന്തോഷം. CCFPL-ലേക്ക് നമ്മൾ ചുവടുവെക്കാണ് സീസൺ 2. Yes, 400+ members ഉണ്ടെന്ന് ലാലു പറഞ്ഞു. പക്ഷെ സ്റ്റിൽ വെരി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസി ഇക്കോസിസ്റ്റം ആണ്. ആൻഡ് ലാലു മോർ അബൌട്ട് ദി എവല്യൂഷൻ ആൻഡ് മൈൽസ്റ്റോൺസ്. സീസൺ 2 ആയിട്ടുള്ളൂ, പക്ഷെ ഇത് ഇപ്പോൾ തന്നെ കേരളാസ് ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ആണ് അല്ലേ. ആൻഡ് ഇറ്റ്സ് ഓൾ വൈറൽ, വി നോ ദാറ്റ്. അപ്പോൾ ഹൗ അബൌട്ട് ദി എവല്യൂഷൻ ആൻഡ് ദി മൈൽസ്റ്റോൺസ്? എങ്ങനെയാണ് ഒരു സീസൺ 1ന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റിയില്ല, ബട്ട് ഐ ഹേർഡ് എ ലോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ എങ്ങനെയായിരുന്നു സീസൺ 1, എങ്ങനെയായിരുന്നു സീസൺ 2-ൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുമ്പോൾ what is the milestones that we have covered so far? Yes, genuine ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സ് അല്ല, ABD വില്ലിയേഴ്സ്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മിസ്റ്റർ 360, അദ്ദേഹം അംബാസഡർ ആയിട്ടുള്ള ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സ് എന്നുള്ള പുതുമയാർന്ന ഒരു ഫോർമാറ്റ് CCF ആണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു വലിയൊരു പ്രത്യേകത മാത്രമല്ല, ആ ഒരു കഴിഞ്ഞ ടൂർണമെന്റ് കളിച്ചവർക്കും കണ്ടവർക്കും അറിയാം, വളരെ എനർജറ്റിക് ആയിരുന്നു. എല്ലാവരും ഭയങ്കര എൻജോയ് പോരാട്ടങ്ങൾ നമ്മളിപ്പോൾ കമന്റിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, അത് അന്വർത്ഥമായിരുന്നു. അത് ഡെഫിനറ്റ്ലി ഒരു ഗ്രോത്ത് ആണ് അല്ലേ. സോ 14 ടീമുകളാണ് മാറ്റുരയ്ക്കാൻ പോകുന്നത് അല്ലേ. മാമാങ്കം, ക്രിക്കറ്റ് മാമാങ്കം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു ക്രിക്കറ്റ് മാമാങ്കത്തിന്റെ സെക്കൻഡ് സീസണിന്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്, അപ്പൊ അതില് പ്രത്യേകം എടുത്ത് പറഞ്ഞ 14 ടീമുകൾ, അതായത് ഫ്രാഞ്ചൈസീസ് ആയി എന്ന് പറയുന്നത് തന്നെ CCF-ന്റെ ഒരു നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ ആണ് നമ്മളത് മനസ്സിലാക്കുന്നത്. കാരണം അതും പുതിയൊരു ഫോർമാറ്റിലൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വരുന്നുണ്ട് കേട്ടോ, ഫോർമാറ്റിൽ ആണ് ഇത്തവണയും CCF, അതും സ്വന്തമായിട്ട് പേറ്റന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. അതിലേക്ക് നമ്മൾ വീണ്ടും തീർച്ചയായിട്ടും വരുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഫേസ് ഓഫ് ലീഗ് നമ്മൾ എടുത്തു പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോഞ്ച് എല്ലാവർക്കും ഓർമ്മ ഹോളിഡേയിൽ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഓഫ് ദിസ് വണ്ടർഫുൾ ലീഗ് ഈസ് 2-time വേൾഡ് കപ്പ് വിന്നർ S. ശ്രീശാന്ത്, നമ്മുടെ ഫയർ ശ്രീയേട്ടനായിരുന്നു. സോ അദ്ദേഹത്തിന് ഒരു കാര്യം എടുക്കാം, ശ്രീയേട്ടന് നമ്മുടെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. Yes, about CCFPL-നെ പറ്റിയിട്ട് we have been hearing a lot from Lalu. About how about we see an animated logo of CCFPL on screen? Alright, yes, we'll have an animated logo of CCFPL season 1. നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ first we'll start by honoring on welcoming the dignitaries, the backbone, the people who are behind the season 2. അല്ലേ ലാലു? Of course, CCF ഇത്രയും ഫേമസ് ആയതിന്റെ പുറകിൽ നമ്മുടെ ലീഡേഴ്സിന്റെ പ്രവർത്തനം, അല്ലെ, വളരെ ഡെഡിക്കേറ്റഡ് ഉള്ള പ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. സോ അവരെ നമുക്ക് ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് മിസ്റ്റർ അനിൽ തോമസ്, CCF പ്രസിഡന്റ്. Yes, ladies and gentlemen, let's welcome Mr. Anil Thomas. Also Mr. President of Kerala Film Chamber of Commerce. നമ്മുടെ അഭിമാനമാണ് നിൽക്കുന്നത് അല്ലെ. നമുക്ക് നേരത്തെ CCF-ലുള്ളവർക്കൊക്കെ തന്നെ
തന്നെ അറിയാം കുറെ ആൾക്കാർ നമ്മുടെ ലീഡേഴ്സ് കാരണമാണ് നമ്മളൊക്കെ തന്നെ ഇത്രയും ആനന്ദിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഇത്ര ഒരുപാട് ക്രിക്കറ്റ് കളിക്കുന്നത് ഒരുപാട് സന്തോഷത്തിലാകുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് Yes, so we'll welcome the secretary of CCF, Mr. Shankar. Kerala Film Directors സ്പോൺസറും one of the best player ആണ് CCF തന്നെ one of the best player ആണ് astounding director Shankar. So ഒപ്പം തന്നെ invite CCF treasurer Sudeep Karat. അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, കാലിലൊരു ഫ്രാക്ചർ ഒക്കെ പറ്റിയിട്ട്. പക്ഷേ ഞങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ ഇവരൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്ത പോലെ അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നാണ്. താങ്ക് യു സുദീപ് ഏട്ടാ. സോ അദ്ദേഹത്തിന് നമ്മൾ ഇവിടേക്ക് ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇങ്ങോട്ട് നിർത്തിക്കുന്നില്ല എന്തായാലും. സോ നെക്സ്റ്റ് വൺ. Yes, so ladies and gentlemen. നമുക്ക് VPs വിളിച്ചോ. നമ്മുടെ വൈസ് പ്രസിഡന്റ് 2 പേരുണ്ട്. മിസ്റ്റർ MV Jitesh. Kayyadi കുറവാണല്ലോ ലാലു അല്ലേ? Welcome all to give them a great round of applause. Ladies and gentlemen, let's all welcome a great round of applause, please. He's a great cricketer, all-rounder, captain and whatnot. Next, one of the favorite person, Ashok Nair. Our Priyanka Nair, Ashok Nair, film director, producer, and a wonderful figure. വളരെ നല്ല ഫോമിലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് കേട്ടോ. Okay. Next is joint secretary വളരെ യൂത്ത് കരുത്തായിട്ട് CCFന്റെ താങ്ങാൻ നിൽക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സുജിത് ഗോവിന്ദൻ. എന്ത് പറയാനുള്ള നല്ല പേരൊക്കെ കൂടി പറഞ്ഞോട്ടെ. വിരാട് കോഹ്ലി of CCF. ഈ ഓപ്ഷനിലൊക്കെ നമ്മൾ കയറുന്നുണ്ടല്ലോ അല്ലേ, പുള്ളി മിക്ക അതായത് അമേച്വർ ക്രിക്കറ്റിലൊക്കെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടാവും. പക്ഷെ ആരെയും ആദ്യം വിളിക്കത്തില്ല. ഭയങ്കര കുറുക്കനാണ് സുജിത്ത്. അവസാനം എല്ലാം നല്ല പ്ലേയേഴ്സിനെ കൊണ്ട് പോവുകയും ചെയ്യും. സോ നെക്സ്റ്റ് ഈസ് അനദർ സ്റ്റാർട്ടിംഗ് ബാറ്റർ ഓൾറൗണ്ടർ സമത് അംബുജാക്ഷൻ. നോട്ട് ഓൺലി എ ഗ്രേറ്റ് ക്രിക്കറ്റർ, അടിപൊളി ഒരു ആക്ടർ കൂടിയാണ് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി. സോ അടുത്ത ജോയിന്റ് ട്രഷറർ നമുക്ക് വിളിക്കാം. മ്യൂസിക് എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള മങ്കി പെയിൻ പോലുള്ള ഒരുപാട് മൂവീസിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് രാഹുൽ സുബ്രഹ്മണ്യൻ. ആ ഫാൻസിന്റെ കയ്യടിയാണോ? ഫാൻസിന് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് നോക്കട്ടെ. Can we all give a great round of applause for Rahul? He's a great cricketer as well. So നമ്മുടെ all executive members നമുക്ക് വിളിക്കാം അല്ലേ? Yes, we'll start with Mr. Saju. Welcome sir, welcome on stage. Saju Navodaya. Saju നമുക്ക് ആരെയൊക്കെ വിളിച്ചത്. നമ്മുടെ മാർക്ക് ഫൈറ്റേഴ്സ് എന്ന ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. മിക്ക കളിയിലും കപ്പും ഫൈനലൊക്കെ എത്തുന്ന ടീമാണ്. അടുത്തതായിട്ട് രമേശ് ബാബു. രമേശ് is a brilliant singer as well. Dev G Devan. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള ദേവേട്ടൻ. എനിക്കൊക്കെ MC വർക്കൊക്കെ ആദ്യം പഠിപ്പിച്ചത് ദേവേട്ടനാണോ? താങ്ക് യു ദേവേട്ട. Mr. Manish bhai. Manish bhai adako bata. Manish bhai bata. Manish bhai kayidikku onu പറഞ്ഞു വരുന്ന പോലെ അല്ലേ, എനർജി ഒക്കെ ഒന്ന് പറഞ്ഞു വരുന്ന പോലെ. Let's all welcome with great energy everybody. നല്ലൊരു കൈയടിയോടെ തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം the executive members. Manish bro as well. അടുത്തതായിട്ട് Nobin Varghese. Nobin, are you here? ഇല്ല. Okay. അടുത്തതായിട്ട് നമ്മുടെ മുൻ സെക്രട്ടറി കൂടിയായ സ്ലീബ വർഗീസ്. സ്ലീബ ചേട്ടാ ഒരു ഗംഭീര കാര്യമാവാ. He's a fine director as well. ഒട്ടനവധി ഷോസ് ചെയ്ത് ഒരുപാട് പരിചയ സമ്പത്തുള്ള വ്യക്തി കൂടിയാണ് സ്ലീബ ചേട്ടൻ. So next we have on stage Sunil, Mr. Sunil. നമ്മുടെ ലൈവ് ഒക്കെ കൈകാര്യം ചെയ്ത സുനിലായിട്ടാണോ? Handsome Sunil. May I have Dr. Sumit Wilson to please come on stage. Sumi strikers in the American. Dr. Sumi. കയ്യടി അല്ലേ? വലിയ പറഞ്ഞ പോലെ കയ്യടിയിൽ നമ്മൾ ഫിസിക്ക് കാണിക്കാൻ പറഞ്ഞ സമല്ലേ അല്ലേ? Okay. May I have another versatile actor Radish Ravi on stage please. Radish Ravi. രതീഷ് ഭായ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ.
നമുക്ക് ബ്രാൻഡ്ചെക്സിന്റെ MD മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ സീസൺ 1 നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ആയിരുന്നു. അദ്ദേഹത്തിന് ചെറിയ കൈയൊന്നും ഞാൻ സമ്മതിക്കൂല അല്ലെ. We have a round of applause to Mr. Rajesh Johnny. He's the managing director of BrandChex. Could you please join, sir? Welcome, sir. Welcome on stage. Please join us. സാറിന്റെ ആ ഒരു സപ്പോർട്ട് കാരണമാണ് നമ്മൾ സെക്കൻഡ് സീസണിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സാർ. ഒരു ഗംഭീര കൈ കൊടുക്കാം അദ്ദേഹത്തിന്. So yes, ladies and gentlemen, in the other side, we are welcoming CZFPL Season 2 Chairman, Mr. Anugom. Let's welcome him. Anugom, നമുക്ക് CCFL ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. One of the phenomenal all-rounder, especially a batter than Nilayil. He is a class batter. He is in a great form as well. Anugom, the chairman of Season 2 CCFPL. Yes, sir. Now we have the convener of CZFPL Season 2, Mr. Roshan Khan. A complete actor, Roshan Khan. He is the convener of this CCFPL Season 2. Another brilliant cricketer too. So നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ പ്രസിഡന്റ് അല്ലേട്ടൻ തന്നെ അറിയാം. Few words for you. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ. CCF എന്ന് പറഞ്ഞ സംഘടന ഇവിടെ ലാലു കൂടെ പറഞ്ഞ ഇതിനപ്പുറത്തേക്ക് പറയാനില്ല. 2009 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് പേരുടെ എഫേർട്സ് ഇന്നിപ്പം എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലാതെ 400ഓളം വരുന്ന CCFന്റെ മെമ്പേഴ്സ്, അവരിൽ നല്ലൊരു വിഭാഗം ഇവിടെയുണ്ട്. അവരുടെ എല്ലാം സപ്പോർട്ടോടുകൂടിയാണ് CCF ഇവിടെ എത്തി നിൽക്കുന്നത്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പാഷനായി കൊണ്ടുനടന്ന ഒരു കൂട്ടം ആൾക്കാർ. അവർ സിനിമയിലും ടെലിവിഷനിലും മീഡിയയിലും എത്തി. അത് എവിടെയോ നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ച് വീണ്ടും ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം വന്നിട്ട് എഗെയിൻ നമുക്ക് സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിലൊക്കെ കാണുന്ന സാധനമാണ് സ്വപ്നം, ഡ്രീം. അത് ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്നതാണ്. പക്ഷെ ഈ ഒരു കൂട്ടം CCF എന്ന് പറയുന്നത് ഒരു വിഷനോടുകൂടി നീങ്ങുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വിഷനാണ് CCF 100x വന്ന് എത്തി നിൽക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വെൽക്കം ചെയ്യാനും എത്തിയതിന് നന്ദി പറയാനും ശ്രീമതി ബിന്ദു മാമിനെയാണ്. CCLന്റെ ചീഫ് എക്സിക്യൂട്ടീവാണ്. ഞാൻ ക്ഷണിച്ചു നമ്മുടെ ഈ ഈവന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്യാൻ എത്തണമെന്ന് പറഞ്ഞു. വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓഫ് കോഴ്സ് ദർ ഇസ് സോ മച്ച് അതർ പേഴ്സൺസ് ഓൾസോ ഹിയർ. അഡ്വക്കേറ്റ് ഹേമയുണ്ട്, നമ്മുടെ ലീഗൽ അഡ്വൈസർ. പക്ഷേ ഈ CCFന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ആൾക്കാരെ പരാമർശിക്കാതെ ഇവിടെ പോയാൽ അത് ഒരിക്കലും നീതീകരിക്കുന്നതല്ല. ഇവിടെ ഇരിക്കുന്ന ദി ഹാൻഡ്സം ഹംസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ ലേഡീസ്, നമ്മുടെ ഇവിടെ ഈ പോസ്റ്ററിലുള്ള നമ്മുടെ എല്ലാ ബാക്ക് ബോൺ ആയിട്ടുള്ള സെലിബ്രിറ്റീസ്, ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് CCFPL. ഇന്ന് പലർക്കും ഈ ഇവിടെ എത്തിയതിനാണ് അവരുടെ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പലർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു അവസ്ഥകളാണ്. ഇനിയുള്ള അടുത്ത ഈവൻറ്റ്സും മാച്ചസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അവരെല്ലാം പാർട്ടിസിപ്പേഷൻ പൂർണ്ണമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഇത് പുൾ ഓഫ് ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അവരിൽ ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് എത്തിച്ചേർന്ന് ഇതിന് സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് ടൈം ഷോക്കേസ് ചെയ്തത് LMS ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ വീണ്ടും LMSന്റെ ഒരു എഡീഷനും കൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നിരന്തരമായിട്ട് നമ്മുടെ ഇത് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ 8 പേർക്ക് മാത്രം കളിക്കാവുന്ന ഒരു ഗെയിമാണ്. ഇപ്പൊ കൂടുതൽ പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് CCF തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫോർമാറ്റ് ഫോം ചെയ്ത് ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ CCFന്റെ പേരിൽ സ്വാഗതം പറയുന്നു. നന്ദി, നമസ്കാരം. So yes, sir. Thank you so much, Anand sir. ഇനി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാനായി I would like to welcome the CCF Secretary, Mr. Shandan. Good evening all. കഴിഞ്ഞ 7 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി പടിപടിയായിട്ട് വളർന്ന CCF എന്ന് പറയുന്ന സംഘടന ഈ സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്.
കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് CCFPL എന്ന് പറയുന്ന ഒരു വലിയ ഇവന്റ് CCF കണ്ടക്ട് ചെയ്തത്. അത് വളരെ വലിയ വിജയമായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എഡിഷൻ ഇവിടെ നാദി കുറിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം CCF നർദ്ദാലേട്ടൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ CCF-നെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം CCF സ്വന്തമായി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് ക്രിക്കറ്റിന് വേണ്ടി ഒരു പുതിയ ഫോർമാറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ വിശദമായിട്ട് പറയും. എന്നാൽ പോലും ആ ഒരു ഇവന്റിലേക്ക് കാണാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും കളിക്കുന്ന ടീമുകൾക്കും ഇവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നേരുകയാണ്. ഉറപ്പായിട്ടും കഴിഞ്ഞ വട്ടം നമ്മൾ കളിച്ചിട്ടുള്ള LMS എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് മാറി വളരെ എനർജറ്റിക് ആയി വളരെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു കളി എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അല്ലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് പാഷനുള്ള കുറച്ച് ആൾക്കാർ മാത്രം പോരാ. ഇതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം. ഉറപ്പായിട്ട് സ്പോൺസേഴ്സ് വേണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ഫേസസ് വേണം, എല്ലാം വേണം. ഒരു മടിയും കൂടാതെ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാമായിട്ട് CCF മുന്നോട്ട് വന്നപ്പോൾ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഭാഗത്തും സംഘടനയുടെ ഭാഗത്തും വന്നിരിക്കുകയാണ്. സോ ഈ ഇവന്റ് ഭംഗിയെ നടത്താനും അതിന്റെ സക്സസിലേക്ക് എത്തിക്കാനും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഷാമു. സോറി, പുറകിൽ നിന്നുകൊണ്ട് ഒരാളെ മിസ്സായി പോയി. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രാഞ്ച് എക്സിന്റെ എല്ലാമായിട്ട് നമുക്ക് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് തന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ എഡിഷൻ നടന്നത്. എല്ലാവർക്കും അറിയാം നമ്മുടെ വിന്നിംഗ് ഡേയില് ആഫ്റ്റർ പാർട്ടിയെ സംബന്ധിച്ച് അത് ഇദ്ദേഹം നമ്മളുടെ ഒരു ഐഡിയയിൽ പോലും ഇല്ലാത്തതായിരുന്നു. അപ്പൊ അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ട് എത്തിച്ചത് ഇദ്ദേഹമാണ്. So it was thank you so much for that. Thank you so much, gentlemen. Thank you, all of you. Please be seated. Thank you so much. So, ee pillars ne kaiyadile, please. We are going to play a very serious game. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ ഫണ്ണി വേർഷൻ ഓഫ് ദി ഗെയിം ഇവിടെ നമുക്ക് കളിക്കാം. അപ്പോൾ നമുക്ക് we'll have 3 teams and 3 teamsലും ആയിട്ട് we'll have members for each team അല്ലേ? Yes, നമുക്ക് 3 ക്യാപ്റ്റൻസിനെ ആദ്യം വിളിക്കാം സ്റ്റേജിലേക്ക് അല്ലേ? Definitely. We'll start with one of the favorite person, wonderful actor Naren. Could you please come on stage, please? So ladies and gentlemen, അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തെക്കാൾ കൂടുതലായിട്ട് we are all excited about this new movie അല്ലേ? So yes, തലവലിയുടെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. I am very excited that you got to be a part of that movie. So yes, we have our first team captain അല്ലേ? All right, yes. അല്ല, നരേനെ കുറിച്ച് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. കാരണം കഴിഞ്ഞ വർഷം ബാക്കിയുള്ളവർ കൊടുക്കുന്നത് പക്ഷെ വെയിലൊക്കെ കണ്ടിട്ട് ആ ഒരു ഗ്രൗണ്ടിന്റെ ആ ഒരു റോപ്പിന്റെ അവിടെ തന്നെ പോയി നിന്നിട്ട് ഫുൾ ടൈം തന്റെ ടീമിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു അക്നോളജ് കൊടുക്കാം എല്ലാവരും പ്ലീസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്യാപ്റ്റൻ നമുക്ക് വിളിക്കാല്ലേ? Yes, we have team number 2 headed by Mr. Kalamohan Shahjahan. കലാഭവൻ ഷാജോൻ ചേട്ടൻ ഇത്ര കൈയടിയുള്ളൂ. അമേസിംഗ് ഷാജോൻ ചേട്ടൻ, താങ്ക് യു ഷാജേട്ടാ. സോ അടുത്തതായിട്ട് So yes, for our next team, that's our final team. Captain and നമ്മളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സാക്ഷേട്ടൻ മിസ്റ്റർ സാനു നവോദയ. What an actor, what a cricketer. Cricketer മാത്രമല്ല കേട്ടോ. He's on football team as well അല്ലേ? So he's an amazing sports person. So സാജേട്ടാ. Yes, all right. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടീമിലേക്ക് പോകാം. സോ ഇവരാണ് 3 ടീംസിന്റെ ടീം ക്യാപ്റ്റൻസ്. ഇനി ആ ഒരു ടീം ക്യാപ്റ്റൻസിലേക്ക് നമ്മൾ 3 ടീംസിലേക്ക് നമ്മൾ 3 പേരെ കൂടി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ടീം 1ലേക്ക്, അതായത് നരേന്ദ്രന്റെ ടീമിലേക്ക് I would like to welcome ഷാനു സലീം. സലീം സാറിന്റെ മകൻ എന്ന് മാത്രമല്ല സ്വന്തമായിട്ടൊരു അല്ലെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ല അല്ലേ? Okay, he'll be here soon, I guess. So, അടുത്തതായിട്ട് നമ്മളെ ടീം 2. യെസ്, ടീം 2ലേക്ക് ഇനി നമ്മൾ അടുത്ത മെമ്പറെ സ്വാഗതം ചെയ്യാണ് മിസ്റ്റർ ജിമിൻ ഗോപിനാഥ്. an amazing actor as well, Mr. Jimin Gopinath. Accolades please to Mr. Jimin as well. So, ഇവര് നമ്മുടെ ഐക്കോൺ പ്ലേയേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ ക്യാപ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
So Jibin, I request you to ഷാജോൻ ചേട്ടന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിരിക്കണം. നമ്മുടെ ടീമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണല്ലോ അല്ലേ? ഷാജോൻ ചേട്ടന്റെ കൂടെ നിൽക്കണേ, ജിബിൻ ഭായ്. Okay. Number 3 ടീമില് ഷാജോൻ ചേട്ടന്റെ കൂടെ we have Alexander Prashant. What an actor, what a cricketer. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ തെലുഗു വാരിയേഴ്സിനെതിരെ ഞങ്ങൾ കമന്ററി ബോക്സിൽ എത്തിയിട്ട് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചേരുന്നുകൊണ്ട് പറഞ്ഞപ്പോ അലക്സ വിക്കറ്റ് എടുക്കൂ, അടുത്ത ബോളിൽ വിക്കറ്റ് എടുത്ത വ്യക്തിയാണ്. ദാറ്റ് ഈസ് അലക്സാണ്ടർ പ്രശാന്ത്. ഞങ്ങള് സ്നേഹത്തോടെ വിളിക്കുന്ന അലക്സ. സോ ഇത് മാത്രം പോരല്ലോ അല്ലെ, നമുക്ക് ഇപ്പം 3 ടീമുകളായി. നമുക്ക് അവിടെ ഒരാളെ ഉള്ളൂ, ആ ടീമിൽ ഒരാളെ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരാളെ എക്സ്ട്രാ കൊടുക്കാം അല്ലേ? ഓക്കെ, ഒരാളോട് എക്സ്ട്രാ അടുത്ത് തരുന്നതായിരിക്കും. അതെ, നമുക്ക് വിളിക്കാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്ലീസ് ഓൺ സ്റ്റേജ്. നമ്മുടെ CCFന്റെ എല്ലാ പ്രോഗ്രാംസിലും വന്ന് നമ്മളെ ഒരുപാട് തിരക്കിലായിട്ട് നമുക്ക് വേണ്ടി വരാവുന്ന ഒരു വ്യക്തിയാണ് വിഷ്ണു ബ്രോ. താങ്ക് യു വിഷ്ണു വൺസ് അഗൈൻ. വിഷ്ണു ജോയിൻസ് നരേൻ ബ്രോയുടെ ടീമിലാണ്. വിഷ്ണു ബൈ ഐക്കോൺ പ്ലെയർ ആണ്, സിക്സസും ബൗണ്ടറീസും കളിക്കും അല്ലേ? ഓക്കെ. സോ ഇനി നമുക്ക് പ്ലേയേഴ്സ് കൂടി വേണ്ടേ? ക്യാപ്റ്റൻസ് ആയി, ഐക്കോൺ പ്ലേയേഴ്സ് ആയി. പ്ലേയേഴ്സ് നമ്പർ ഒന്ന് കറക്റ്റ് ആയതല്ലേ? ഇപ്പോഴാണ് 2 3 ടീമായത്. കറക്റ്റ് ആയി, എല്ലാം സെറ്റ് ആയി. അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ലോട്ടിലൂടെ നമ്മുടെ പ്ലേയേഴ്സ് എടുത്താലോ? അതെ, ആ ഭാഗ്യശാലികൾ ആരാണ് എന്ന് നമുക്ക് നോക്കാല്ലേ? ഓരോ ടീമിലും സെലക്ട് ആവുന്ന ഭാഗ്യശാലികൾ ആരാണ് നമുക്ക് നോക്കാം. Can we have the ball please? അപ്പൊ നരേൻ ബ്രോ, നമ്മൾ ആ ടീമിൽ നരേൻ, നമുക്ക് ടീം നരേൻ എന്ന് വിളിക്കാം അല്ലേ? ടീം നരേൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ടീം ക്യാപ്റ്റന് തന്നെ ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നൽകുകയാണ്. So yes, ladies and gentlemen, team 1 ലേക്ക് we have our first member, Mahima Nambiar. Ravishing Cortez, Mahima Nambiar. മലയാളികളുടെ എല്ലാം ക്യൂട്ട് കുട്ടിയാണ് മഹിമ അല്ലേ? So let's welcome the cute actress Mahima. So team 1 ലേക്ക് അല്ലേ എത്തിയിരിക്കുക. അപ്പൊ നമ്മൾ നമ്പർ 2 ടീം നമ്പർ 2 ലേക്ക്. ഇല്ല, ഇത് ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ടീം ഇതല്ലോ. ഒന്ന് പേടിച്ചു പോയി നരേൻ ചേട്ടൻ, ടീം ഒക്കെ മാറ്റിയോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നായി പോയി. ഇല്ല, ചുമ്മാ നമ്മൾ ജസ്റ്റ് എനിവേസ്, സോ നമ്മൾ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ചെയ്തത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടീം നമ്പർ 2 നമ്മുടെ കലബോൺ ഷാജോൻ ചേട്ടന്റെ ടീമിലേക്ക് നമുക്ക് നോക്കാം അത് ആരാണ്. യെസ് എവരിവൺ, അടുത്തതായി സെക്കൻഡ് ടീമിലേക്ക് മെമ്പർ ആവാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. വിവിയ സാന്റ്. So Viviya, welcome to team 2. വിവിയ നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമുക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. സോ വിവിയ ജോയിൻസ് കലബോൺ ഷാജോൺസ് ടീം. വിവിയ ഒരു എനർജിയോട് കൂടി തന്നെയാണ് വന്നത്, വളരെ ഡിറ്റർമൈൻഡ് ഒരു സ്പിരിറ്റിൽ തന്നെയാണ് വന്നത് അല്ലേ? താങ്ക് യു വിവിയ. Alright, yes, moving on to our next team. ഓക്കേ, സാജുചേട്ടന്റെ ടീമിലേക്കാണ്. സജന നോക്കാം അതാരാണ്. അനഘ. Everyone, ആ കണ്ണൂർ ശൈലി സംസാരിച്ച് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടിയ സുന്ദരിയാണ്. കൈയടി പോരാട്ടെ, ഇവിടെ പോയി കൈയടിയൊക്കെ പ്ലീസ്. താങ്ക് യു. സോ നമുക്ക് അടുത്ത ലോട്ടിലേക്ക് പോലെ നരേൻ ഭായ്. സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല. We have a lot of team members. അപ്പോൾ ഇനി ആ സുന്ദരികൾ ഏതൊക്കെ ടീംസിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. Coming back to team 1, ഇനി സെക്കൻഡ് മെമ്പർ. ഓക്കേ, വിഷ്ണു ഭായ് ഇത്തവണ എടുക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഋതുമന്ത്ര. So Rithuവിനെ പറ്റിയിട്ട് one of the surprising things I read in Wikipedia was that Rithu ഒരു മാർഷൽ ആർട്സ് ചാമ്പ്യൻ ആണ്. ക്രാവ് മഗ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്ട് ഫോമിലെ ചാമ്പ്യൻ ആണ്. She knows ക്രാവ് മഗ. അപ്പം ഞാൻ കുറച്ച് നീങ്ങിന്നോ, ഞാൻ കുറച്ച് നീങ്ങിക്കോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നായി അല്ലെ, സ്റ്റേജിലേക്ക് വിളിച്ച് ഞാൻ ക്രൗമൊക്കെ തെറ്റിച്ച് വായിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ എനിക്ക് കിട്ടുന്നതാണ്, എല്ലാ സ്റ്റേജിലും കിട്ടുന്നതാണ്. Amazing singer also അല്ലെ, നമുക്കറിയാവുന്നതാണ്. പാട്ടൊക്കെ നമ്മൾ പാടിച്ച് വിടുന്നത്. ഓക്കെ, അടുത്ത ടീമിലേക്ക് അല്ലെ, അടുത്ത ആരാ നോക്കാം. ഷാൻ ചേട്ടാ.
ഓക്കെ, ജിബിൻ ചേട്ടനാണ് പ്രാവശ്യം എടുക്കുന്നത്. So yes, എനിക്ക് തോന്നുന്നു മലയാളികളുടെ മനസ്സിലൊരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ഡയന എത്തിച്ചേർന്നത് അല്ലേ? So yes, everybody, ആ ഒരു സുന്ദരി നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം. We have our new member in Team 2, Dana Hamid. So Diana joins the party. Okay. So at the please. Let's start away. Alexa, എടുക്കൂ Alexa. ടിക്കറ്റ് മാത്രമാണ്, ലോട്ടോ എടുക്കൂ. അൻസിബ ഹസൻ. നമ്മുടെ CCF-നെ സപ്പോർട്ട് ചെയ്തത് അമ്മയുടെ നമുക്കൊക്കെ അല്ലെ വളരെ ഒരു നെടുന്തൂണായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് അൻസിബ. ഗംഭീരമായി അൻസിബയ്ക്കും Always smiling, always happy, വളരെ cheerful ആയിട്ടുള്ള ഒരാളാണ് അല്ലേ അൻസിബ. So അൻസിബ, welcome to Team 3. Okay, next one please. Yes, അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ടീം മെമ്പേഴ്സ് സെലക്ട് ചെയ്യാം. സോ ടീം 1 ഇനി അടുത്തതായിട്ട് ആരാണ് ടീം മെമ്പേഴ്സ് എടുത്തു സെലക്ട് ചെയ്യാൻ പോവാണ്. ശോഭ വിശ്വനാഥ്. So yes, Shobha the and Lulu powerful, same team. the strong, the powerful lady Shobha Vishwanath, ladies and gentlemen, joins Team 1. So yes, Alfie Pannigaran, Alfie, can we have you here? Yes, sir. Welcome Alfie, welcome to the stage to join Team 2. So Sijaros. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ടീമിലായിരുന്നു കളിച്ചത്. വളരെ ഞങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഗ്രൗണ്ടിൽ വന്നതുപോലെ വെയിലൊക്കെ കൊണ്ട്. താങ്ക് യു സിജ. The beautiful. Yes. It's all right. Okay. Yes. Okay. Sijaros. Oh. Okay, നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സ്പേസ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും for us to identify അല്ലേ? Okay. അതെ, Yes. ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നത് ഒരു Fun ആണ്. Yes, yes. ഫണ്ണി വെയിൽ മാത്രം എടുക്കാവും. നമ്മുടെ ശരിക്കുള്ള ഓപ്ഷൻ റൂൾസ് ഒക്കെ തന്നെ നമ്മൾ പറയുന്നതാണ് ഈ ഒരു CCFPL സീസൺ 2-ന്റെ. സോ നമുക്ക് 3 അടിപൊളി ടീംസ് ഉണ്ട് ഇപ്പൊ അല്ലെ? സോ ഇവർക്ക് നമുക്ക് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കാം. അതെ. പുതിയൊരു ഫോർമാറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ അതിന്റെ റൂൾസ് പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലും നമ്മൾ വിൽ ജസ്റ്റ് ഹാവ് എ സ്മോൾ ക്വസ്റ്റ്യൻ ഫോർ ഓൾ ഓഫ് ദം അല്ലേ? അതെ, അതായത് നമുക്ക് എനിക്ക് ഉൾപ്പെടെ ഇതിന്റെ കറക്റ്റ് റൂൾസ് ഇപ്പൊ അറിയില്ല. അത് ഇവർക്ക് ഒബ്വിയസ്ലി അറിയില്ല, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഫൺ. സോ നമുക്ക് ഈ ഒരു CCFന്റെ CCFPL സീസൺ 2-ന്റെ ഓക്കെ. സോ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് ആതിര പട്ടേൽ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആതിര പട്ടേൽ. എനിക്ക് തോന്നുന്നു ആതിരയ്ക്ക് നമുക്കൊരു ചോയ്സ് കൊടുക്കാം. ആതിരയ്ക്ക് ഏത് ടീമിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ. യു കൻ ചൂസ് 1, 2 or 3. ആകെ ആതിരയ്ക്ക് മാത്രമേ നമ്മൾ ആ ഒരു ചോയ്സ് കൊടുക്കുന്നുള്ളൂ. ഏത് ടീമിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ആതിര. നരേന്ദ്ര ടീമിൽ തന്നെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം നമ്മുടെ പ്ലേയേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? CCF 100x Play Extreme എന്നാണ് ഈ ഒരു ഫോർമാറ്റിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഒരുപാട് പ്രത്യേകതകളുള്ള ഫോർമാറ്റ് ആണ്. സോ അതിലേക്ക് നമുക്ക് ആദ്യം ക്യാപ്റ്റൻ ആൻഡ് ഐക്കോൺ പ്ലെയർ എന്ന് പറഞ്ഞു കൊടുക്കരുത്. ഇവരോടാണ് ചോദ്യം ഉള്ളത് അല്ലെ? ഓക്കെ, ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. How many balls are there in 1 over as per ICC International Cricket Council in there? ഒന്ന് പറഞ്ഞോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി പോയില്ലേ? ഇങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ പെൺകുട്ടികളെ വിളിച്ച് ഇവിടെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കണമെന്നല്ല, ഇതൊക്കെ സിലി ക്വസ്റ്റ്യൻസ് അല്ലേ? ഇനി നമ്മുടെ CCF 100x Play Extremeല് എത്ര ബോൾസ് ആണ് ഒരു ഓവറിലുള്ളത് ഗസ് ചെയ്യാൻ പറ്റും? അഞ്ചാണ് നരേന്ദ്രഭായി പറഞ്ഞ വിഷ്ണുഭായി. നിർണ്ണയിലേക്കുമാണ്. ഓക്കെ, ഇതിന്റെ ഉത്തരം നമ്മളല്ല പറയാൻ, നമുക്കൊരു അല്ലെ സ്പെഷ്യൽ ആയിട്ടൊരു വ്യക്തി ഇതിന് ശേഷം വരുന്നുണ്ട്. നമ്മൾ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടിയാണ്. നമുക്ക് നോക്കാം.
Okay. So next question like next team ചോദിക്കാം. Yes. Okay. To team 2. So how many runs for a white ball and no ball in ICC rule? ഇവരുടെ ടീമിനോട് ചോദിക്കാം. അതായത് ഒരു വൈഡോ നോ ബോളോ ചെയ്തു കഴിഞ്ഞാൽ എത്ര റൺസ് ആണ് ICC, അതായത് ICCയുടെ എല്ലാ ഫോർമാറ്റ്സിലും ലഭിക്കുക? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ റൂൾ പ്രകാരം ഒരു വൈഡോ ഒരു നോ ബോളോ ചെയ്തു കഴിഞ്ഞാൽ എത്ര റൺസ് ആണ് കിട്ടുക? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിപ്പോയിട്ട് എന്നാലും എന്തുകൊണ്ടാണ് പ്രസക്തമെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ അതെ, നമ്മുടെ ഈ ഒരു CCF 100 എക്സ്ട്രീമില് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എത്രയായിരിക്കുന്നത്? ഒരു വൈഡോ നോ ബോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലഭിക്കും? എത്ര റൺസ് ലഭിക്കുന്നത്? ഒരു എന്തായാലും ഡിഫറെന്റ് ഗെയിം ആണല്ലോ. എന്തായാലും ഒരു 3 4 5 ഒക്കെ കൊടുക്കാന്നുള്ളതാണ് എന്റെ ഒരു അതൊക്കെ നോട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് 3 4 5 റൺസ് അല്ലേ? യെസ് യെസ്, വളരെ കറക്റ്റ് ആയിട്ട് 3 4 5 ആണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ. ജിബിൻ ഭായ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടോ? 4 അല്ലേ? എഴുതി വെക്കുന്നുണ്ട്, ഒഫീഷ്യൽസ് എഴുതി വെക്കുന്നുണ്ട്. ഇവർക്ക് പ്രശസ്ത പൈസ കൊടുക്കുന്നുണ്ട് ലാസ്റ്റില്. ഓക്കെ, നമ്മുടെ തേർഡ് ടീമിനോട് കൂടി നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ how many runs for 3 dot balls in an over in ICC rule? അതായത് 3 ഡോട്ട് ബോളുകൾ T20-ലോ ടെസ്റ്റിലോ അല്ലെങ്കിൽ വൺ ഡേയിലോ എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര റൺസ് ആണ് ലഭിക്കുക? 3 ഡോട്ട് ബോൾസ് ഇൻ an over, എത്ര റൺസ് ആണ് ലഭിക്കുക എന്നുള്ളതാണ് ചോദ്യം. അൻസിബ ഇത് ഉത്തരം പറഞ്ഞിരിക്കും, എനിക്ക് ഉറപ്പാണത്. കാരണം അമ്മയുടെ ഒക്കെ ഷോസിലൊക്കെ ഞാൻ ആ ഒരു ചുറുചുറുക്ക് കാണാറുള്ളതാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു, how many runs for a wide, how many runs for 3 dot balls in an over ചെയ്താലാണ്? 3 ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 0 ആണ് പറഞ്ഞത്. ഓക്കെ, മാറ്റി പറഞ്ഞു നോക്കിയതാ. 0 ആണ്. സാഹചര്യം ഇതെല്ലാം പറഞ്ഞു കൊടുക്കണ്ടോ സിജ? എന്തെങ്കിലും വ്യത്യസ്തമായ 0 പറയുമ്പോ ആസ് എ ടീം നമ്മൾ ഒരു ഉത്തരത്തിൽ നിൽക്കുന്നല്ലേ അല്ലേ സിജ? യെസ്, അതേ ഗോയിങ് 0 കറക്റ്റ് ആണോ ലാലു? സാഹചര്യ നല്ല വെപ്പിടെ കിട്ടുണ്ടാ വാക്കോടത്തേക്കാണ്. ഓക്കെ, എനിവേസ് നമ്മൾ ഇതിന്റെ ഒക്കെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞു തരുന്നതാണ്. സോ നമുക്ക് ഇവരെ എഴുതാല്ലേ. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു Thank you so much. Thank you everybody. ഒരു ഗംഭീരമായിട്ട് പ്ലീസ് ഓൾ ഓഫ് യു. Yes, so ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, this was just a fun game. So ഇതെല്ലാം exactly same members ആയിരിക്കില്ല ടീമില്. This was just a fun interaction part. All right, thank you so much everybody for joining. സോ താങ്ക് യു. ഒരിക്കൽ കൂടി നല്ല കൈ കൊടുക്കാം പ്ലീസ്. എത്രയുള്ളൂ ഇനി ഗ്രൗണ്ടിൽ അല്ലേ? ഓക്കെ, യെസ്, ഇനി നമുക്ക് ഗ്രൗണ്ടിൽ കാണാം എന്നാണ് അവരെ ഇവിടെ എല്ലാവരും ചിരിച്ചൊക്കെ നിൽക്കുമായിരുന്നെങ്കിലും എല്ലാവരും ആ ഒരു സ്പിരിറ്റിൽ തന്നെ നിൽക്കുമായിരുന്നു തോന്നുന്നു അല്ലേ ലാലു? സോ യെസ്, എവറിബഡി വാസ് ഇൻ ദാറ്റ് ഗുഡ് സ്പിരിറ്റ്. ആ ഒരു വാശിയേറിയ മത്സരത്തിന് തൊട്ട് മുമ്പുള്ള ഒരു കൂൾ ഓഫ് ആണ് അല്ലേ? സോ അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. ഇതെല്ലാം എക്സാക്ട് ടീം വളരെ വളരെ സംഭവബഹുലമായിട്ട് തന്നെ നമ്മൾ നടത്തുകയുണ്ടായി. വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ സ്പഷ്ടവുമാണ്. സോ നമുക്ക് അതിന്റെ CCFPL 2025 സീസൺ 1ന്റെ ഹൈലൈറ്റ്സ് ഒന്ന് കണ്ടു വന്നാലോ? All eyes on the screen please. Lights off. Okay. വിശ്വസിക്കുന്നുണ്ട്. അത് മാമിന്റെ ഒപ്പം തന്നെ മാമിന്റെ ടീമിന്റെയും ഈ ഒരു ഒത്തൊരുമയും പ്രാക്ടീസ് മാച്ചസ് ഒക്കെ തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ഇവര് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. സോ മാം 2 വാക്ക് മാം, നമുക്ക് നമ്മുടെ CCFPL സീസൺ 2ലാണ് നമ്മൾ നിൽക്കുന്നത്. സോ മാം എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അതുപോലെ എന്തൊക്കെ വിഷസ് ആണ് അറിയിക്കാനുള്ളത്? Good evening. It's just a coincidence. I was there at the Forum Mall, invited by Shafiq for your launch of season 1, and now I'm here. Thank you, Shafiq, for bringing me to this. Thank you, Mr. Thomas, for inviting me over today. I just want to wish all of you the very best. Play safe, and everybody should win. But then I can't. Okay, let
said this year we're really working ourselves very well towards getting that cup. But I have many of my players here, so Prashant. Okay, so I won't take much of your time. I'm happy I'm here on this great occasion where it's a patented format, and I did go through it. It looks a little confusing, but I think as you play, you'll get used to it. Only one request: don't share this with the CCL authorities because we will get very. Okay, thanks so much, and wishing everybody all the very best. Thank you. So ഒരു കാര്യം കുറിച്ച് പറഞ്ഞോട്ടെ. കേരള സ്ട്രൈക്കേഴ്സ് ടീമിന്റെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതില് മിക്കതും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അല്ലെ CCF പ്ലേയേഴ്സ് ആണ്. CCFിലെ 17 ടീമുകളില് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. അലക്സ ഉൾപ്പെടെ, ഷഫീഖ് ഭായ് ഉൾപ്പെടെ, ഉണ്ണിഭായ് ഉൾപ്പെടെ ഒരുപാട് പ്ലേയേഴ്സ് അതിൽ കളിക്കും. അപ്പം CCFില് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ ഈ ഒരു പടക്കുതിരകൾ എന്ന് പറയാം അല്ലെ ഇത്തവണ ഇറങ്ങുന്നത്. അപ്പൊ അവർക്ക് നല്ല വിഷയം കൊടുക്കാം, നല്ല കാര്യം. Yes, so CCFPL season 2 logo launch ആണ് ഇനി അടുത്തതായി. All right, yes, so requesting you, ma'am. Ma'am, please. Are you ready, all of you? So, ladies and gentlemen, we have a logo here. At the counter, please. Play Extreme. That's all for CCF 100X Play Extreme. So thank you so much, ma'am. Please be seated and all the best for the matches. Welcome, sir. So Bindu ma'am പറയുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്നൊക്കെ. സോ ഡിസൈൻ ചെയ്ത ആളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല അല്ലെ. അതിന്റെ ആ ഒറിജിനൽ തന്നെ നമുക്ക് കേൾക്കാം. സോ സുദീപ് സാർ റൂൾസ് പറയുന്നതായിരിക്കും. സ്പീക്ക് മോർ അബൌട്ട് ദി ന്യൂ ഫോർമാറ്റ്. ഒരു കാര്യം എനിക്ക് പറഞ്ഞോട്ടെ, കഴിഞ്ഞ പെർഫോമൻസ് കാഴ്ചവെച്ച വ്യക്തിയാണ് നമ്മുടെ സുദീപേട്ടൻ. അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു ഇഞ്ചുറി പറ്റിപ്പോയി. എന്തായാലും he'll be back more powerful ആയിട്ട് സീസൺ 2 വരും. Over to you. ആക്ച്വലി മാഡത്തിന് നമ്മൾ ഐപാഡ് കൊടുത്തപ്പോൾ ഐപാഡ് ഓഫ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്തത്. ഇത് ഈ വർഷത്തിൽ ഈ പുതുമയോടുകൂടി ഇവിടെ എത്തിയ എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം ഫേവറേറ്റ് സെലിബ്രിറ്റി ഫേസസും അതിനോടൊപ്പം നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സും CCF പ്രീമിയർ ലീഗ് സീസൺ 2 അതിനോടൊപ്പം ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സപ്പോർട്ടേഴ്സും സ്പോൺസേഴ്സും പിന്നെ എല്ലാ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൽ നിന്ന് എൻ്റെ നമസ്കാരം. ഞാൻ ക്രിക്കറ്റ് കളിച്ചതല്ല, പിക്കിൾ ബോൾ ഒരു പുതിയൊരു ഗെയിമാണ്. ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അതിനൊരു കോമ്പറ്റീഷനിൽ വെച്ചിട്ടാണ് എൻ്റെ ഒരു ട്വിസ്റ്റായിട്ട് ചെറിയൊരു ഫ്രാക്ചറായി. അപ്പോൾ ഇപ്പോൾ ഒരു 1 month ആയിട്ടുള്ളൂ. എന്തായാലും പെട്ടെന്ന് റിക്കവറി ആവുന്നതായിരിക്കും. നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ക്രിക്കറ്റിൽ കുറേ കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു ഗെയിമാണ്. ഈ ഫുട്ബോൾ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗെയിംസ് പോലത്തെ ഈസി ഗെയിമല്ല. ക്രിക്കറ്റ് അറിഞ്ഞാൽ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും അത് നന്നായി അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് ലൈവ് കാണുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാകുള്ളൂ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ജെൻഎക്സ് ജനറേഷനിൽ 6th 7th സ്റ്റാൻഡേർഡിലൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പേനൊക്കെ നിലത്തിട്ടിട്ട് അതൊക്കെ റേഡിയോയിൽ എല്ലാ കമൻട്രിയൊക്കെ കേൾക്കും, സ്കോറിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അത്രയും ക്രിക്കറ്റിനോടുള്ള പാഷൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ CCFന്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നത്. CCF പ്രീമിയർ ലീഗ് 1 നമ്മൾ ലാസ്റ്റ് ഇയർ
വളരെ ഫേമസ് ആയ ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് എന്ന ഒരു ഫോർമാറ്റാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു ഫോർമാറ്റ് CCF ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നു മാഡം. CCF 100X. 100 എന്ന് പറയുന്നത് ഇത് 100 ബോൾസ് ആണ്. ഇതിനകത്ത് 100 ബോളാണ്, 20 ഓവറാണ്. ഒരു ഓവറിൽ എല്ലാവരും ചോദിച്ച പോലെ തന്നെ ഒരു ഓവറിൽ 5 ബോളാണ്. ഒരു ഓവറിൽ 20 ഓവറാണ്. ടോട്ടൽ 100 ബോൾസ് ആണ്. ടൈം റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 19 ഓവേഴ്സ് വരെ 1 to 19 ഓവേഴ്സ് വരെ 5 ബോൾ തന്നെ സ്ട്രിക്ട്ലി ചെയ്യുള്ളൂ. ലാസ്റ്റ് ഓവർ 20th ഓവറിൽ മാത്രമേ ഇത് ഒരു നോർമൽ ഒരു 6 ബോൾസ് ലീഗൽ ബോൾസ് അതിനകത്ത് ചെയ്യുന്നു. ഇതിനകത്ത് വ്യത്യസ്തമായ 12 റൂൾസ് ആണ്. നോർമൽ ICC റൂൾസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ഉള്ളത് ഇപ്പൊ നോർമൽ T20 നിന്ന് നമുക്ക് ചേഞ്ചസ് ഉള്ളത് 12 വ്യത്യസ്തമായ ചേഞ്ചസ് ആണ്. അതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിക്കറ്റ് നമ്മൾ ഒരിക്കലും കാണാത്ത, എന്നാൽ ഫുട്ബോളിലോ അല്ലെങ്കിൽ ടെന്നീസിലോ ഒക്കെ കാണുന്ന പോലെ ബാറ്റിംഗ് ടീമിനും ബൗളിംഗ് ടീമിനും ഒരേ ടൈമിൽ സ്കോർ റൺസ് വരും. അതാണ് ഇതിന്റെ ഒരു വളരെ വ്യത്യസ്തമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ ഇതിനകത്ത് പവർ ബോൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 20 ഓവേഴ്സിൽ ബാറ്റ്സ്മാൻ ഒരു ബോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെന്ന് പറയാം, എംപയറോട് പറയാം ഇത് പവർ ബോൾ എന്ന് പറയാം. ആ പവർ ബോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ 6 ആണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബോൾ ഡബിൾ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ into 2 12 റൺസ് കിട്ടും. 4 ആണെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 2 8 റൺസ്. ഏത് റണ്ണായാലും അതങ്ങനെ ഡബിളാവും. പിന്നെ ഫാൻ പവർ ഓവർ നമ്മൾ കാണുന്ന ഇപ്പൊ സ്ട്രീമിംഗ് പാർട്ട്നേഴ്സിനാണെങ്കിൽ കൂടുതൽ സ്പോൺസർഷിപ്പും എല്ലാം പോസിബിലിറ്റി കൂട്ടാൻ പറ്റുന്ന, കൂടുതൽ പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫാൻ പവർ ഓവർ. ആ ഫാൻ പവർ ഓവർ നമ്മൾ കളിക്കും മുമ്പ് തന്നെ നമ്മൾ ഒരു കോൺടെസ്റ്റിൽ കൂടെ കണ്ടുപിടിക്കും. ആ പർട്ടിക്കുലർ ഓവറിൽ എടുക്കുന്നവരാണ് ഇതുപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരും. പിന്നെ പവർ പ്ലേ ബോണസ്. ആ പർട്ടിക്കുലർ ഒരു പവർ പ്ലേയില് ഒരു പർട്ടിക്കുലർ ഓവറിൽ ഒരു 20 റൺസിന് മുകളിൽ റൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ ഒരു ബോണസ് പോയിന്റ് വരും. അതുപോലെ പവർ പ്ലേ വിക്കറ്റ്. പവർ പ്ലേയിൽ ഏതെങ്കിലും വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ അവർക്ക് ബൗളിംഗ് ടീമിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ബോണസ് റൺസ് വരും. അതുപോലെ വൈഡിനും നോ ബോളും നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ വൈഡിനും നോ ബോളും ICC പോലെ 1 റണ്ണല്ല, ഇതിനകത്ത് 4 റൺസ് ആയിരിക്കും. പിന്നെ ബാക്ക് ടു ബാക്ക് 4 or 6 അടിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അവർക്ക് അതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ബോണസ് വരും. പിന്നെ കോൺസിക്യൂട്ടീവ് 3 ഡോട്ട് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ബോളിംഗ് ടീമിന് ഒരു പർട്ടിക്കുലർ റൺസ് കയറും. അതുപോലെ മെയ്ഡൻ ഓവർ എറിഞ്ഞാൽ അതുപോലെ തന്നെ, അതുപോലെ മെയ്ഡൻ ഓവർ വിക്കറ്റ് ആണെങ്കിലും അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബോണസ് റൺസ് കിട്ടും. പിന്നെ റിവേഴ്സ് ഇമ്പാക്ട് റൂൾ, അത് ബൗളിംഗ് ടീമിന് ഇതുപോലെ തന്നെ പവർ ബോൾ പോലെ തന്നെ ഒരു ബോളർ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ബോൾ റിവേഴ്സ് ഇമ്പാക്ട് ബോൾ എന്ന് പറഞ്ഞ് ബോൾ ചെയ്ത് വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബൗളിംഗ് ടീമിന് എഗെയിൻ ഒരു ബോണസ് റൺസ് വരും. പിന്നെ സർജ് ഓവർ, അതാണ് നമ്മുടെ ലാസ്റ്റ് 12th റൂൾ. സർജ് ഓവർ ഇതുപോലെ തന്നെ ബാറ്റിംഗ് ടീമിന് ഒരു ഓവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർജ് ഓവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് പവർ പ്ലേ പോലെ യൂസ് ചെയ്യാം. ഫീൽഡ് റെസ്ട്രിക്ഷൻസ് 2 ഫീൽഡേഴ്സ് മാത്രം തടിയാണ് പുറത്തു നിന്നുള്ള ആ ഒരു ഫീച്ചർ. ഇങ്ങനെ ഒരു 12 റൂൾസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിതിനകത്ത് ഒരു ടെസ്റ്റ് പോലെ ഞങ്ങളൊരു ഗെയിം നടത്തിയിരുന്നു. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ബാറ്റിംഗ് ടീമിനും ബോളിംഗ് ടീമിനും ഒരുപോലെ തന്നെ സ്കോർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, കാരണം ഇത്രയും റൂൾസ് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഒരേപോലെ തന്നെ 4 6 ഒക്കെ അടിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ വിക്കറ്റ് പോകുന്ന അതേ ഫീൽഡ് തന്നെ ഈ ഒരു 12 റൂൾസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിന്റെ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റനീഷ് അബൂബക്കറാണ്. ഞാൻ റനീഷിനെ വിളിക്കുന്നു സ്റ്റേജിലേക്ക്. റനീഷ് CSK ടീമിലെ റനീഷ്. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സ്ലീബ വർഗീസ്. അതുപോലെ ഞാനും ഷ്യാമും എല്ലാം കൂടി ഒരുമിച്ച് നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഫോം ചെയ്തത്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ ഫ്രാഞ്ചൈസി ടീംസിനും എന്റെ എല്ലാവിധ വിജയാശംസകളും. ഒരു മിനിറ്റ്. എല്ലാം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷൻ വന്ന് നമ്മുടേതായ
CCF ഓൺ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചർച്ചയുണ്ടായതാണ് ഈ ഒരു ഫോർമാറ്റ്. ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. ഞങ്ങളൊരു 2-3 ആഴ്ച എടുത്ത് 4-5 വട്ടം മീറ്റ് ചെയ്ത് നമ്മൾ കളിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആയിട്ടുള്ള കുറച്ച് മൂവ്സ് ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടേതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ലെറ്റ്സ് സെൽ ഇറ്റ്. അങ്ങനെ പറയാം. അതിന് എൻജോയ് ചെയ്ത ഗെയിം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ബാസ്കറ്റ്ബോളൊക്കെ കളിക്കുന്ന പോലെ 2 ടീമിലും സ്പോർട്സ് വരുന്ന പോലെ ഒരു ലോകത്ത് തന്നെ ഇതേവരെ ആരും പരീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ CCF ചെയ്യുന്നത്. ലെറ്റ്സ് ഹോപ്പ് വി വിൽ റീച്ച് ഇറ്റ്സ് ഹൈറ്റ്സ്. താങ്ക് യു. അതുപോലെ തന്നെ ഇതിന്റെ മേജർ സ്കോപ്പ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതൊരു റീജിയണലി നാഷണൽ വൈസ് നടക്കും. ഇന്റർനാഷണലി നമ്മളിത് ഫ്രാഞ്ചൈസ് ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ LMS ഒക്കെ ചെയ്യുന്ന പോലെ. സോ CCF is looking forward to that. സീസൺ 1-ലൊക്കെ വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതുപോലെ എൻകറേജ് ചെയ്ത ഒരു വ്യക്തിയാണ്. എങ്ങനെ നോക്കുകയാണ് ഈ സീസൺ 2-നെ? അല്ല, എനിക്ക് ക്രിക്കറ്റുമായിട്ടുള്ള ആദ്യ ബന്ധം CCF-ഉം സീസൺ 1-ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ സീസൺ 2-ലും നമുക്ക് ഭാഗമാകാൻ കഴിയുന്നതിൽ. അപ്പോൾ ഈ LMS എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും CCF ചതിയാണ് കാണിച്ചത്. മൊത്തം മാറ്റി പുതിയ ഫോർമാറ്റ്. ഇനിയിപ്പോൾ ഇത് പഠിച്ചെടുത്തിട്ട് വേണമല്ലോ. എന്തായാലും വളരെ എക്സൈറ്റ്മെന്റോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഗംഭീരമാവട്ടെ. മാം പറഞ്ഞ പോലെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും നമുക്ക് ശ്രമിക്കാം. സന്തോഷം. Thank you so much. So yes, we are giving a memento, alle. We are giving a memento to the entire team. ആൽഫിക്ക് എന്താ പറയുക നോക്കാം. Alfie, yes, Alfie, we would love to hear from you. Thank you for inviting me first of all. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ CCF-ന്റെ ഒരു പ്രോഗ്രാമിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതിന്റെ ഭാഗമായതിൽ. സോ ചീറ്റ ചേസേഴ്സ്, സോ ആൻഡി നൗ. ഇതിനു മുമ്പ് ഞാൻ CCF-ന്റെ ഒരു പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു. Thank you, Alfie. So yes, as a token of our love and gratitude, we would like to give a memento to the team Cheetah Chasers. So yes, a quick picture with the team and unrelated. അതുമായിട്ട് സെലിബ്രിറ്റി ഓണർ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നൽകുന്നത്. ഒപ്പം തന്നെ ബ്രാൻഡ് അംബാസിഡർ ആൽഫി പള്ളിക്കാരൻ. താങ്ക് യു സോ മച്ച് ഫോർ അസോസിയേറ്റിംഗ് വിത്ത് us. കൂടാതെ നമ്മുടെ ഓണർ ആൻഡ് ടീം കോ ഓണർ നൽകുക, രണ്ടുപേർ കൂടി നൽകുകയാണ്. ടീം ഓണർ മാഫൂസ് ആൻഡ് കോ ഓണർ അഖിൽ ചന്ദ്രൻ. Thank you so much. Please be seated. Okay. Thank you. So അടുത്ത ടീമിലേക്ക് നമ്മൾ കടക്കുകയാണ്. Yes, third brand ambassador Anarajan, team owner Saju Navodya and co-owner Firdaus Amnad. നല്ല കൈയ്യടി കൊടുക്കണ്ട. രണ്ട് വാക്ക് കൂടി പറയണം പ്ലീസ് about this tournament. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഈ CCF-ന്റെ ഒരു ഭാഗമാകുന്നത്. ഇതിന്റെ ആദ്യത്തെ സീസണിന്റെ ഇതിന്റെ എനർജി മുഴുവൻ എനിക്കറിയാൻ കാരണം സാജു എല്ലാം പറയാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ സാജു പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സാജു. അപ്പൊ എല്ലാവർക്കും അവർ ബെസ്റ്റ് വിഷസ്. അടിപൊളിയാവട്ടെ. താങ്ക് യു ഷാജേട്ടാ. ഷാജേട്ടൻ ഒരുപാട് കഴിഞ്ഞ ടൂർണമെന്റിലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്താണ് പറയുന്നത്? ഒത്തിരി സന്തോഷം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റനീഷിന്റെ ഗറില്ല ഗ്ലൈഡേഴ്സിലായിരുന്നു. അപ്പൊ ഒരേ ബോള് രണ്ടുപേരെ TV വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റിയേക്കണ റനീഷ്. പക്ഷെ പുതിയ ടീം എടുത്തു കഴിഞ്ഞപ്പോഴും ഫിർദോസ് ശരിയാക്കി വന്നപ്പോഴത്തേക്ക് കറക്റ്റ് എന്റെ പേര് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാ ടീമുകളും ജയിക്കാൻ പറ്റില്ലെന്ന് ബിന്ദുചേച്ചി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ ഒഴിവായി പോകാനായിരിക്കും നല്ലത്. എന്തായാലും ഞങ്ങൾക്ക് ജയിച്ചേ പറ്റുള്ളൂ, കപ്പടിക്കണം. അതാണ് spirit അല്ലല്ലോ. Yes. So yes, Dhole Kanamos, all the best. ഇല്ല. Okay, yes. All right. അപ്പോ നമ്മളൊരു മെമെന്റോ നൽകി ഇന്നത്തെ ഒരു ദിവസം. We are honoring the entire team of Dhole Kanamos. So celebrity honor Kalabhavan Shajon. Of course our Shajon Hotel Bole. The entire team is fine.
നമസ്കാരമുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ടീമിന്റെ സ്പോൺസേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ സ്പോൺസറാണ് സന്തോഷ് ചേട്ടൻ. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ടീമിനും വേണ്ടി വന്നേക്കണം നമ്മളെ സഹായിക്കാൻ എത്തിയ എല്ലാ സ്പോൺസേഴ്സിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കണം. താങ്ക് യു. Thank you so much. Please be seated. Thank you so much. Please be seated. അടുത്ത ടീമിനെ വിളിക്കുന്നതിന് മുൻപ് നമ്മൾ മെമ്മന്റോ നൽകാനായിട്ട് അശോക് സ്വാഗതം ചെയ്യണം. അശോക് നായർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, CCFന്റെ എല്ലാം അല്ലേ. താങ്ക് യു അശോക് ഏട്ടാ. ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സഹായിച്ച വ്യക്തികളിൽ. Okay. So next team please. And we have it is Eagle Empires. A celebrity honor is Joe Wilson. Brand ambassador is Adra Patel. Team honor Mansoor Majid. Co-honor George. And our sponsor Shakil Majid. May I have all of you on stage please. Team Eagle Empire. So yes, a vision and precision is their team. A focus, a vision, precision ഓടുകൂടി അച്ചീവ് ചെയ്യാനായിട്ട് കപ്പടിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി, ആ ഒരു എനർജിയോടുകൂടി, ആ ഒരു കോൺഫിഡൻസോടുകൂടിയാണ് എല്ലാവരും നടന്ന സ്റ്റേജിലേക്ക് വരുന്നത് അല്ലേ. Yes, so ladies and gentlemen, this is Team Eagle Empires. So let's hear from Adira, right? Yeah. Thank you so much. ആദ്യമായിട്ടാണ് CCF ഒരു പാട്ടാവാൻ പറ്റുന്നത്. ഈഗിൾ എംപയേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. And thank you for the opportunity and all the best to every other team. Thank you. Thank you Adira. ടീമിനെ റെപ്രസെന്റ് ചെയ്ത് ഇനി ആരാണ് സംസാരിക്കാൻ പോകുന്നത്? യെസ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം പ്രീമിയർ ലീഗ് കളിച്ചില്ലായിരുന്നു. ഈ വർഷം ഒരു ടീമിന്റെ ഓണറാകാൻ പറ്റി. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. Thank you so much. So teamine we are giving a token of love and gratitude. All right, we have our brand ambassador Adra Patel. Team honor Mansoor Majid and team co-honor George. So thank you so much. Please be seated. So next team is Fox Fighters. Celebrity honor is Lorraine, brand ambassador Ansiba Hassan. Team honor Naji Ismail, always having a smile. Co-honor is Mohammad Rafi. I can't see him here. Is he here? Okay. Mohammad Rafi, both the sponsors, Mr. Shibu Chicago. Upon the Abhishek from Cricket Shakila. Abhi Vandana. Okay. So ഹരിഭായ് വീണ്ടും ഭയങ്കര അല്ലെ, നിജിഭായുടെ എല്ലാ ടൂർണമെന്റ്സ് അല്ലെ ക്രിക്കറ്റ് ടീമുകൾ ഭയങ്കര സപ്പോർട്ട്, നല്ലൊരു സുഹൃത്തു കൂടിയാണെന്ന് എനിക്കറിയാം. എന്താണ് പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മാച്ചസിന് മുമ്പ് വിന്നേഴ്സിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്നൊരു അല്ലേ ഒരു സ്പോൺസർ വന്നിട്ട് അങ്ങനെ പറയുണ്ടായി. അപ്പം എനിക്ക് തോന്നുന്നു അത് മനസ്സിൽ വെച്ചിട്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ നമ്മുടെ ടീമൊക്കെ കളിച്ചത്. ഉദ്ദേശശുദ്ധി പോരായിരുന്നു. അപ്പം ഇത്തവണ ഫോർ ദ ലവ് ഓഫ് സ്പോർട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ശരിക്കും ഫോക്സ് ഫൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗുഡ് ഈവനിങ്. താങ്ക് യു. So yes, Ansiba, let's hear from you. Thank you. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. CCFന്റെ സീസൺ 2 വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സീസൺ 1ന്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ. അന്ന് ഞാൻ വേറെ ഒരു ടീമിന്റെ കൂടെയായിരുന്നു, ചീറ്റ ചേസേഴ്സിന്റെ കൂടെയായിരുന്നു. ആൻഡ് നൗ ഫോക്സ് ഫൈറ്റേഴ്സ്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CCF അതിന്റെ പേര് തന്നെയാണ്, അതായത് സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റി ആണ്. ഇത്രയും സൗഹൃദപരമായിട്ട് സഹോദര്യപരമായിട്ട് ഇങ്ങനെ ഒരു ഫിലിം ഫ്രട്ടേണിറ്റി ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് വേറെ ഏത് സംസ്ഥാനത്തിൽ നടക്കും? ഓൺലി ഇൻ ബോളിവുഡ്. ബോളിവുഡിൽ മാത്രമേ നടക്കുള്ളൂ. ഇത്രയും സ്നേഹവും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവർ എനിക്ക് തോന്നുന്നു അത്രയും ഉണ്ടാവുള്ളൂ. ഒരു പഞ്ചോ ഒരു ഗ്യാങ് ഉണ്ടാവുമായിരിക്കും മറ്റ് ലാംഗ്വേജിൽ പോയി കഴിഞ്ഞാലും. പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാവർക്കും സൗഹൃദമുണ്ട്.
മറ്റൊരാളും കൂടെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. സോ അങ്ങനെയുള്ള ഒരു വലിയ ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായിട്ട് ക്രിക്കറ്റിന്റെ ഒരു വലിയ ടീമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ക്രിക്കറ്റിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളൊന്നുമല്ല. ചെറുപ്പത്തിൽ മട്ടലൊക്കെ എടുത്ത് വെട്ടിയിട്ട് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാൻ പോയ ആളുകളുടെ കൂടെ പോയി കളിച്ച പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ക്രിക്കറ്റ് കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ഒരുപാട് അറിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും അതിന്റെ ഒരു എന്തൂസിയാസം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ ഒരു ടീമിന്റെ പേര് ഫോക്സ് ഫൈറ്റേഴ്സ് ആണല്ലോ. ബാക്കിയുള്ള ടീമിനൊക്കെ നല്ല ശക്തിയുള്ള ആളുകളുണ്ട്. അതെല്ലാം ആനിമൽസ് ആണ്. ശക്തിയുള്ള ആനിമൽസ് ഉണ്ട്, നന്നായിട്ട് ചാടുന്ന ആനിമല്, എത്തിപ്പിടിക്കാൻ പറ്റുന്നത് എല്ലാം ഉണ്ട്. പക്ഷെ എന്തുണ്ടായിട്ടും കാര്യമില്ല, കൗശലം, കുറുക്കൻ രാജാവ്, കുറുക്കന്റെ ബുദ്ധി ഞങ്ങളുടെ ജീവനുണ്ട്. അപ്പൊ ആ കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണെങ്കിൽ കള്ളക്കളി കളിക്കൂല എന്ന് ഞാൻ കള്ളക്കളിയില്ല. പക്ഷെ കുറുക്കന്റെ കൗശലം ഉപയോഗിച്ച് ഞങ്ങളുടെ ടീം ജയിച്ചിരിക്കും. വാഷിംഗ്ടണിൽ മിയാമി ബീച്ചിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്രാവശ്യം നമുക്ക് എന്തായിരിക്കും ഗിഫ്റ്റ് കിട്ടുക? ഇപ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? കാനഡ എന്നാ ഞാൻ കേട്ടത്. ഓക്കെ, അപ്പൊ ഇത്തവണ നമ്മൾ കാനഡയില് നമ്മൾ പോകുന്നതായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ജയിച്ചിരിക്കും. എല്ലാ ടീം അംഗങ്ങൾക്കും എല്ലാ ടീമിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാ ടീം അംഗങ്ങൾക്കും കൂടെ പോകാൻ പറ്റട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഫോക്സ് ഫൈറ്റേഴ്സ് ജയിക്കണമെന്ന് ചെറിയൊരു കൗശലത്തോടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സൻസിബ് പഠിച്ചിട്ടല്ലേ കപ്പ് അടിച്ചിട്ടായിരിക്കും അല്ലേ? വന്നിരിക്കുകയാണ്. എന്തായാലും താങ്ക് യു. നിജി ഭായ്, ഫ്യൂ വേർഡ്സ് ഫ്രം യു. കോട്ടയത്തിന്റെ രാജകുമാരൻ എന്നൊക്കെ, ഞാൻ ഒരുപാട് ഗാർമെന്റ്സ് ഇൻഡസ്ട്രിയിൽ ക്രിക്കറ്റിൽ ഒരു പ്രമുഖനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. സോ ഒരുപാട് വേദികൾ, ഒരുപാട് കമന്ററി ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഗോവയിൽ വെച്ചൊക്കെ അദ്ദേഹത്തിന്റെ മാസ്മരിക പ്രകടനമൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഇത്തവണ CCFPL 2 കടക്കുകയാണ്, എന്താണ് പറയുന്നത്? ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് അല്ലേട്ടാ. പിന്നെ താങ്ക് യു നരൻ, അൻസിബ ആൻഡ് മൈ സ്പോൺസേഴ്സ് ജിബിറ്റ് ആൻഡ് ഷൈലോ. താങ്ക് യു. ഓക്കെ, സോ നമ്മൾ മെമെന്റോ നൽകുകയാണ്. നരേൻ ബ്രോനാണ് അത് നൽകുന്നത്. താങ്ക് യു സോ മച്ച്. So yes, we are presenting a memento to the celebrity honor of Fox Fighters, Naren. Now to the brand ambassador, Ansiba Hassan. Team honor, Niji Ismail, and co-honor, Mohammad Rafi. So thank you so much. Please be seated. Thank you so much. Thank you, Ashok as well. So അടുത്ത ടീമിനെ വിളിക്കാൻ നമ്മൾ മെമെന്റോ നൽകാനായിട്ട് സ്വാഗതം ചെയ്യാം നമ്മുടെ ജോയിന്റ് സെക്രട്ടറി സമർ അംബു ജാക്സൺ. Please join us on stage, please. Samar bhai, reigning success. ഇത് മാം നമ്മുടെ ഉണ്ണിവേളുടെ കാലത്ത് ഇറങ്ങി കണ്ടോ, ഭയങ്കര അല്ലെ നല്ല കളക്ഷൻ ആണ്. റെയിനിങ് സിക്സസ്, ഹ്യൂജ് സിക്സസ് ഒക്കെ അടിക്കുന്നത്. അതുപോലെ നമ്മുടെ CCFൽ സിക്സസ് അടിക്കുന്ന ഒരു വ്യക്തിയാണ് സമത് ഭായ്. താങ്ക് യു സമത് ഭായ്. സോ അടുത്ത ടീമിനെ നമുക്ക് വിളിക്കാം. Yes, so we are moving to our next team, Hippo Hitters. So Hippo Hitters CCFL 2025 champions are. So yes, a special welcome to Hippo Hitters celebrity honor Lukman Auran, brand ambassador Divya Santa, team honor Vineet Mohan, co-owner Arjun Ajay. So മെല്ലെ ഈ ടീമിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ വളരെ പ്ലാൻഡ് ആയിട്ട് കളിച്ച് ആ ഒരു ഫൈനൽ ഉൾപ്പെടെ വിജയിച്ച ടീമാണിത്. ഇപ്പോൾ ഹിറ്റേഴ്സിന് അടിപൊളി കൈ കൊടുക്കുക. All of you ഡിഫറെന്റ് ചാമ്പ്യൻസ് ആണ്. സോ രണ്ട് വാക്ക് സംസാരിക്കും പ്ലീസ്. ഗുഡ് ഈവനിങ് എവരിവൺ. ഇവിടെ CCFന്റെ ഭാഗമായിട്ട് രണ്ടാമത് ഒന്നുകൂടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ലാസ്റ്റ് ടൈം ഞാൻ ടാഗർ റൈറ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ റൈറ്റേഴ്സിന്റെ കൂടെയാണ്. എന്റെ ജേഴ്സി മാത്രമേ മാറുന്നുള്ളൂ. ക്രിക്കറ്റിനോടുള്ള പാഷനും സ്നേഹവും CCFനോടുള്ള പാഷനും എല്ലാം കൂടുതൽ ശക്തമായിട്ടേ ഉള്ളൂ. എന്റെ ടീമിനും ഈ ലീഗിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും എല്ലാ ആശംസകളും നേരുന്നു. ഒരു പവർഫുൾ സീസൺ ആണ്. താങ്ക് യു.
സോ വിവിക്ക് നല്ല കൈ കൊടുക്കാം. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞിരുന്നു, ആ ഒരു നമുക്ക് വേണ്ടിയിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് വെയിലൊക്കെ ഒരു പ്രശ്നമല്ല, ആ ഒരു സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തി കൂടിയാണ്. താങ്ക് യു വിനീത് ഭായ്. എന്താ പറയുന്നത്? ഹായ്, താങ്ക് യു. കഴിഞ്ഞ വർഷം ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ സെലിബ്രിറ്റി ഓണർ ലുക്മാൻ എത്താൻ പറ്റിയില്ല, ഇപ്രാവശ്യം എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അർജുനും മാത്രം ഉണ്ടായിരുന്നു സ്റ്റേജിൽ. ഇത്തവണ ഞങ്ങളുടെ വേദിയുണ്ട്. സോ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ചാമ്പ്യൻസ് ആയി, ഇത്തവണയും ചാമ്പ്യൻസ് ആകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം ദിവ്യ ഉണ്ടായിരുന്ന ടീമിന്റെ ദിവ്യ വന്നതിന് ശേഷം എല്ലാ മാച്ചും ജയിക്കുന്നുണ്ട്. വളരെ ഒരു തിരിച്ചുവരവ് ഞാൻ കണ്ടു. അതുകൊണ്ട് ദിവ്യ ഇത്തവണ ഞാനും പോക്കി. ഓക്കെ, പിന്നെ വലിയൊരു ഭാഗ്യം, എൻ്റെ ടീമിന്റെ ക്യാപ്റ്റനാണ് ഞങ്ങൾക്ക് മൊമെന്റ് വരെ വന്നത്. ഏറ്റെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. താങ്ക് യു. പിന്നെ വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. CCFന്റെ ഒരു പ്രാക്ടീസ് മാച്ച് സംഘടിപ്പിച്ചു. അതിൽ കളിക്കാൻ പറ്റി. അതിൽ 50 അടിച്ച് മാൻ ഓഫ് ദി മാച്ച് ആയി. എൻ്റെ തുടക്കം ആദ്യത്തെ 50 CCF കോൺഫിഡൻസിലായി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടായിരുന്നു. ഇനി ഒരുപാട് കളികൾ നന്നായി കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അന്വർത്ഥമാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പായി വന്നൊരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് 50 ഒക്കെ അടിച്ച് 100 അടിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സോ നമ്മള് മെമെന്റോസ് നൽകുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ദിവ്യ, പ്ലീസ്. Our brand ambassador of Hit for Hitters, defending champions, Vivya. Thank you, Vivya. അപ്പോൾ നമ്മുടെ ഓണേഴ്സ് നൽകുകയാണ്. We have Mr. Vineet Mohan and co-owner Arjun Ajay. So yes, so let's see season 2-ലും ഇവർ തന്നെയാണോ കപ്പടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം അല്ലേ? All right, yes, so we are presenting. All right. It's for our brand, celebrity honor, Lukman, on his behalf, memento കൈമാറുകയാണ്. Yes, നല്ലൊരു കൈ നൽകുക everyone. Let's all give a great round of applause for the team. Thank you so much. Please be seated. സമർപ്പിക്കണേ. So അടുത്ത ടീമിലേക്ക് നമ്മൾ കടക്കുകയാണ്. It's Kangaroo Knockers. Celebrity honor Johnny Anandichandana, brand ambassador Shobha Vishwanath, team honor Shamdhar, co-owner is Amais Pair. The team is leaping relentless, charging forward. വളരെ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു മറ്റൊരു ടീമാണ് ഇവരുടേത്, Kangaroo Knockers. സോ ഇത്തവണയും ശോഭ ജോയിൻസ് പാർട്ടികൾ ഇവരുടെ കൂടെയാണ്. സോ എന്താണ് ശോഭ ഇത്തവണയും എന്തൊക്കെയാണ് ആ ഒരു വീറും വാശിയും ഒക്കെ തന്നെ കാണുമ്പോൾ അല്ലെ ഇവരുടെ കൂടെ എല്ലാ മാച്ചും ഈവൻ പ്രാക്ടീസ് മാച്ചിന് പോലും ഉണ്ടായിരുന്നു ശോഭ. എന്താണ് പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. CCF എന്ന് പറയുമ്പോൾ അലച്ചേട്ടൻ ഫസ്റ്റ് സീസണിൽ വിളിച്ചപ്പോ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, എനിക്ക് CCF തന്ന ഒരു കാംഗ്രൂ നോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ്. സോ താങ്ക് യു സോ മച്ച്. ഈ രണ്ട് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ബോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് ദ ഹോൾ ടീം സ്റ്റിൽ വി ആർ ഇൻ ടച്ച് ആൻഡ് സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കഴിഞ്ഞ സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് കളിച്ച് കുറെ എന്താ സ്വെറ്റ് എല്ലാ പല ടീംസും കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളുടെ ടീം കൊടുത്തത് കുറെ ബ്ലഡ് ആണ്. ബിക്കോസ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇൻജോർഡ് ആയിപ്പോയി. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് കപ്പ് കിട്ടാതെ പോയതാണ്. ആൻഡ് ഓൾവേസ് വി സേ ദാറ്റ് യു നോ തോറ്റിട്ട് ജയിക്കുമ്പോഴാണ് അതിന്റെ ഒരു മധുരം കൂടുതലെന്ന് പറയും. സോ കഴിഞ്ഞ സീസൺ ഞങ്ങൾ തോറ്റ് തന്നു. ഈ സീസൺ എന്തായാലും ഞങ്ങൾ കപ്പ് കൊണ്ടുപോകും, ഉറപ്പ് അല്ലേ? അപ്പൊ ഇപ്രാവശ്യം കപ്പ് എന്തായാലും ഞങ്ങളുടെ ഫാമിലിയിലേക്കായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദ ടീംസ്. ലുക്കിംഗ് ഫോർവേഡ്. എന്തോ കേട്ട് നോട്ട് ഇൻട്രസ്റ്റഡ്. So happy new year എല്ലാവർക്കും and God bless. Thank you so much and it's an honor to be here again. Looking forward for the matches. Thank you. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തോറ്റു തന്ന പോലെയല്ല, ഇപ്രാവശ്യം കപ്പടിക്കുന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശോഭ വിശ്വനാഥ് ladies and gentlemen. സോ ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവരെ കോസ്റ്റ്യൂം കണ്ട അടിപൊളിയല്ല, മാച്ചിങ് കോസ്റ്റ്യൂം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എന്തോ ബെസ്റ്റ് ഡ്രസ് കിട്ടിയപ്പോഴത്തേക്ക് അനുചേട്ടാ എന്തോ ഞങ്ങൾക്ക് വാഗ്ദാനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയില്ല. US കൊണ്ടുപോയില്ല.
ചോദ്യം വന്നില്ല, തീം വന്നില്ല. ഇപ്പോഴും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇന്റർനാഷണൽ ട്രിപ്പ് തരും. താങ്ക് യു. അല്ല, ഇനിയിപ്പോ എല്ലാവരുടെ അടുത്ത് മാത്രമല്ല ഇവിടെ ചോദിക്കണം, സെക്രട്ടറി നിൽക്കണേ. ഓക്കെ, ശ്യാമ എന്താ പറയുന്നത്? ശ്യാമിനെ കുറിച്ച് ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ ഫസ്റ്റ് എന്താ പറഞ്ഞത്, നിസാം ഭായ് ആണ് ഇത് കോസ്റ്റ്യൂം അല്ലേ സജസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം എന്റെ കോസ്റ്റ്യൂം പോലെ നമ്മള് വളരെ നല്ല മനുഷ്യനാട്ടോ, എന്റെ കോസ്റ്റ്യൂം പോലെ പുള്ളിക്കാരനാണ് സജസ്റ്റ് ചെയ്തത്. ഐസ്പെയറിന്റെ ഓണർ കൂടിയാണ്. ശ്യാമ എന്താ പറയുന്നത്? കഴിഞ്ഞ വർഷം ടീമിനെ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് ഓഫ് ഒരുപാട് ഇഞ്ചുറീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത്തവണ ശക്തമായി തിരിച്ചു വരും. നല്ല രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അടിപൊളി ക്രിക്കറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത്തവണ ശുഭ പറഞ്ഞ പോലെ കപ്പടിക്കാൻ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. നാളത്തെ ഓപ്ഷനിൽ തകർക്കും. പങ്കെടുത്ത എല്ലാ ടീമിനും ഈ പറഞ്ഞതുപോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ക്രിക്കറ്റ് നേരുന്നു. ആദ്യം പറഞ്ഞതുപോലെ 100x ആണ്. അപ്പൊ അതിന്റെ എല്ലാ വീറും വാശിയോടും കൂടി തന്നെ കളിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. So yes, പുതിയ ഫോർമാറ്റിൽ എല്ലാ വീറും വാശിയോടും കൂടി തന്നെ കളിക്കാനായിട്ട് സാധിക്കട്ടെ, കപ്പടിക്കട്ടെ. We wish you all the best. So yes. അതെ, എന്നെ വിളിക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അടിപൊളി, താങ്ക് യു. നാളെ ഞാൻ തന്നെയാണ് ഓപ്ഷൻ ചെയ്യുന്നതും. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ട് വിത്ത് ശോഭ, നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. താങ്ക് യു സോ മച്ച്, ദ വൈബ്രന്റ് ശോഭ. ഇമ്മനെ കൈ കൊടുക്കാം. Kangaroo Knockers. Now to the team honor, Shankar and co-owner Nizam Aspire. It's for dear Johnny Anthony Chetan. So yes, Johnny Chetan Vedita, Shankar is receiving as the Beneto on behalf of Kangaroo Knockers. So thank you so much. Please be seated and all the best. All the best, guys. So next team like Yes, so we have Lion Legends with the celebrity honor Dhyan Srinivasan, brand ambassador Sijan Rose, team honor Amar Prem, co-owner Prashant Alexander, and sponsors Mr. Anish and Mr. Jovon, training with the team Passion and Pride. Okay, ഒരു മെമെന്റോ നൽകാനായിട്ട് നമ്മുടെ പ്രിയങ്കരായ എക്സിക്യൂട്ടീവ് മെമ്പർ ദേവ്ജി ദേവൻ, ദേവേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഒരു അടിപൊളി കാര്യം കൊടുക്കാം ദേവേട്ടനും. താങ്ക് യു ദേവേട്ട. So Lion Legends എന്നാണ് പേര്. So സിംഹത്തെ പോലെ നിങ്ങൾ വളരെ വീറും വാശിയോട് കൂടി സ്ട്രോങ് ആയിട്ട് വിജയിക്കും എന്നാണ്. എങ്ങനെയാണ് അതൊന്ന് കളിച്ചു നോക്കാനാണോ? എങ്ങനെയാണ് ഒരു പുതിയ ഫോർമാറ്റിന്റെ ടെൻഷൻ ഒക്കെ എന്താ സജ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഗുഡ് ഈവനിങ്. ഇതിന്റെ സെക്കൻഡ് ടൈം ആണ് വിത്ത് CCF. എല്ലാവർക്കും പുതിയ ടീംസ് ആണ് കിട്ടുന്നത്. ഞാൻ മാത്രം ലൈൻ ലെജൻസിലുണ്ട്, പക്ഷെ എനിക്ക് പുതിയ ടീമിനെയാണ് കിട്ടിയത്. ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. അമർ ചേട്ടനും പ്രശാന്തനും ഒക്കെ നമ്മുടെ കൂടെ, നമ്മുടെ ലൈൻ ലെജൻസ് ടീമിലുണ്ട്. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെയാണ്. അപ്പോ എന്തായാലും വിഷിംഗ് ഓൾ ദ ടീം ഗുഡ് ലക്ക് ആൻഡ് ലൈൻ ലെജൻസ് ഈ ഒരു സീസൺ ജയിക്കട്ടെ, ജയിക്കണം ആൻഡ് ജയിച്ചിരിക്കും. Okay, let's hear from Prashant Alexander. Alexa, പറയൂ. ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ട് 3 പേരാണ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. 3 പേര് പോയാൽ എന്താകും എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവകാശവാദത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ. നാളെ ഓപ്ഷൻ കഴിഞ്ഞ ടീം ഏതാണെന്ന് തന്നെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഞങ്ങളുടെ ടീമിലേക്ക് വരുന്നവർക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 1 സ്വാതന്ത്ര്യം, 2 സാഹോദര്യം, 3 സൗഹൃദം. ഇത് 3 ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ലാതെ ഞങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിന് കളിക്കാൻ പറ്റും. അതാണ് അമർഭായുടെ ആഗ്രഹം. നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ട്രൂ ഇമോഷൻസ് പലയിടത്തും കാണിക്കാൻ പറ്റില്ല.
ഗ്രൗണ്ടിലാണ് ആക്ച്വലി ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ വരുന്നത് ഒരു പച്ച മനുഷ്യനായിട്ട് പെരുമാറാനും കളിയാക്കാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും പിണങ്ങാനും വഴക്കുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് മനുഷ്യരായിട്ട് കളിക്കാൻ, മനുഷ്യരായിട്ട് ഇടപെടാം. ഞാൻ CCFന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ എല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം ക്രിക്കറ്റിനെയും സിനിമയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു വേദി കിട്ടിയതും ഇവിടെ കൂടിച്ചേരാൻ സാധിച്ചതും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയതും. സിനിമയിലെ വിവിധ മേഖലകളിൽ ചിതറിക്കിടന്ന ഒരു കൂട്ടം ആൾക്കാരെ ക്രിക്കറ്റ് എന്ന് പറയുന്ന പൊതുവികാരത്തിലൂടെ ഒരുമിച്ച് ചേർത്ത് ഇവിടെ എത്തിച്ച അതിനെ ഓരോ വർഷവും പുതിയ പുതിയ മേഖലകളിലേക്ക് വളർത്തുന്ന അനിലേട്ടനും അനിലേട്ടന്റെ പടയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ. നമുക്ക് ക്രിക്കറ്റ് എൻജോയ് ചെയ്യാം. താങ്ക് യു. Thank you so much, Alexander Prashant. So, അമരയുടെ സംസാരിച്ചില്ലേ പ്രശ്നം കേട്ടോ അല്ലേ? ഞങ്ങളുടെ എന്താണ് സെലിബ്രിറ്റി ഓണർ ധ്യാൻ ആക്ച്വലി ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തിട്ട് ഞങ്ങൾ ധ്യാനിനെ ആക്ച്വലി ഈ പരിപാടി അറിയിച്ചിട്ട് പോലും ഇല്ല. അദ്ദേഹം ഇൻ പീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം നമ്മളുടെ കൂടെ ടൂർണമെന്റിൽ ജോയിൻ ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. സോ ബാക്കി ഞങ്ങളുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരേ പാർട്ണറുണ്ടായിരുന്നു, അദ്ദേഹം അത്യാവശ്യമായിട്ട് പുറത്തുപോയി. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരായത്. പക്ഷെ ഞങ്ങൾ വിട്ട് തരില്ല അല്ലെ? അവരുടെ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ആരാധകരെ പിണങ്ങും. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ മെമന്റോ നൽകുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് അവർ ബ്രാൻഡ് അംബാസിഡർ സിജ റോസ്. ഗംഭീര കൈ കൊടുക്കാം. സിജ കഴിഞ്ഞ വർഷം ഞാൻ ഈ ടീമിലായിരുന്നു കഴിഞ്ഞ വർഷം. സോ ഐ നോ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. താങ്ക് യു സിജ. ഒപ്പം തന്നെ ടീം okay, team order on the break. Yeah. Order please. Of course, Alexander Prashant, the power back cricketer actor. നിങ്ങളുടെ സ്വന്തം അലക്സ. ഓക്കെ, ഇത് ധ്യാൻ ശ്രീനിവാസിന് വേണ്ടിയിട്ടാണ്. ഓൺ ഹിസ് ബിഹാഫ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you so much, Line Legends. So Line Legends ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണല്ലോ എല്ലാവരും. വളരെ പീസ്ഫുൾ ആയിട്ട് സൗഹൃദവും സമാധാനവും സ്നേഹവും എല്ലാം നിറഞ്ഞൊരു വളരെ വ്യത്യസ്തമായി, ബാക്കി എല്ലാവരും വളരെ സ്പിരിറ്റോടുകൂടി സംസാരിച്ചപ്പോൾ വളരെ സമാധാനത്തോടുകൂടി ക്രിക്കറ്റിനെ സാഹോദര്യത്തിന്റെ ഒരു ഗെയിമായിട്ട് കാണണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഈ ഒരു സമാധാനത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇവരിനി കപ്പടിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലല്ലോ, ലൈൻ ലെജൻഡ്സ് കപ്പടിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ല, അത് മാത്രല്ല അവസാനം ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അപ്പൊ അത് മിക്സഡ് ആയിരുന്നു. എന്തായാലും സമാധാനം മാത്രമൊന്നുമല്ല, നല്ല വീറും വാശിയുള്ള മത്സരങ്ങൾ എന്തായാലും നടക്കും ഈ സീസൺ 2 എന്ന് ഉറപ്പാണ്. സോ അടുത്ത ടീമിനെ നമ്മൾ വിളിച്ചാലോ? നമ്മൾക്ക് എല്ലാം നമ്മളെല്ലാം ഏവരും കാത്തിരുന്ന ആ ഒരു സെലിബ്രിറ്റി നമ്മളോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടീമിൽ നമ്മൾ വിളിക്കാം അല്ലെ? Yes, ladies and gentlemen, let's welcome Guerrilla Gliders with the celebrity honor Sunny Wayne, brand ambassador Anaka Narayanan, team honor Ranish Kakadawata, co-owner Arjun Ravindran, sponsor Shivjit and Ramya Nair. So it's Netcom Guerrilla Gliders. Once again, accolade please. So Sunny Wayne എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ടൂർണമെന്റിൽ കണ്ടല്ലേ, നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് സണ്ണി ഭായ്. സോ സണ്ണി ഭായും ഈ തവണ നമ്മുടെ CCFPL 2 നമ്മൾ കഴിഞ്ഞ ഒരേ ടീമിലായിരുന്നു, ലയൺസിന്റെ ടീമിലായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് ഒറ്റ മാച്ചിലും വിജയിക്കാൻ പറ്റിയില്ല. എന്നാലും ഈ തവണ ഈ ടീമിൽ വിജയം കൊണ്ടുവരും അല്ലെ? ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ മറന്നുപോയി. ഞാൻ ഷൂട്ടിലായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ രാത്രി അർജുൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കുറേ നേരമായിട്ട്. വരുന്നില്ലേ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം ലയൺസിലായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഗോവിന്ദയിലാണ്. അപ്പോൾ എനിക്ക് ഒന്നും ഒരു ക്ലാരിറ്റി, ഒരു ഐഡിയ കിട്ടുന്നു. ഞാൻ
ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ നമ്മളൊരു ഈ ക്രിക്കറ്റിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒരു ഓണമൊക്കെ ആഘോഷിക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം കൂടെ ഈ ക്രിക്കറ്റ് കളിയിലൂടെ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ സുഹൃത്ത് ബന്ധവും ഈ ക്രിക്കറ്റിലൂടെ മുന്നോട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ സെലിബ്രിറ്റി ഓവർ അങ്ങനെ ഇതിനടുത്ത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സണ്ണി ഭായ്. അടുത്തതായിട്ട് ഗോർജസ് അന്നക്കയോട് നമുക്ക് ചോദിക്കാം. ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമായിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ CCF ആദ്യമായിട്ടാണ് ഇവിടെ. എല്ലാവരുടെ എനർജി കണ്ടിട്ട് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സീസൺ 1 പറ്റി കേട്ടു. സീസൺ 2 എന്താണെന്ന് അറിയാൻ ഒത്തിരി ക്യൂരിയസ് ആണ്. സോ എല്ലാവർക്കും എല്ലാ ടീം മെമ്പേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു അനക. സോ യെസ്, ഇനി ടീമിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ആരോടാണ് ചോദിക്കാൻ പോകുന്നത്? അതെ, രനീഷ് ഭായ് വെല്ലുവിളിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. എന്ത് ചോദിക്കാം? നമുക്ക് എന്താണ് പറയുന്നത്? വെല്ലുവിളിയില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ 1-2 ടീമുകൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഇതേ വെല്ലുവിളികൾ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. എനിക്ക് തോന്നുന്നു കപ്പടിച്ച ടീമും അതുപോലെ റണ്ണറപ്പായ ടീമും വെല്ലുവിളിച്ചിട്ടില്ല. പക്ഷെ വിന്നറുമായി റണ്ണറപ്പുമായി. അപ്പം കഴിഞ്ഞ തവണ ടീം വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു എന്ത് ടീമാണോ ഇനി വിളിച്ചതെന്ന്. അപ്പോൾ ആ ടീമിന് വെച്ചിട്ടാണ് റണ്ണറപ്പ് ആയത്. അപ്പോൾ അത് നല്ല മികച്ച പ്ലേയേഴ്സ് ആയിരുന്നു. ഇത്തവണയും ഞങ്ങൾ വെല്ലുവിളിയില്ല. പക്ഷെ കഴിഞ്ഞ തവണ മിസ്സായി പോയ കപ്പിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും. അത് കൊണ്ടേ പോകും. ഓക്കെ, ഒപ്പം തന്നെ രമ്യ മാം നമുക്ക് ഒരുപാട് സപ്പോർട്ട് നൽകുന്ന വ്യക്തിയാണ്. ഫ്യൂ വേർഡ്സ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഫംഗ്ഷനിൽ വരുന്നത്. ബട്ട് ഐ വാസ് ഓൾവേസ് ബിഹൈൻഡ് ദ ടീം. സോ നമുക്കിത് രണ്ടാമത്തെ ടീമാണ്. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് പ്ലേസ് ആണ്. ഈ പ്രാവശ്യം വിഷ് വി ഗെറ്റ് ദ കപ്പ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. സോ അർജുൻ ഭായ് 2 വാക്ക് സംസാരിച്ചേ പറ്റൂ. നമ്മുടെ കമ്മട്ടം വെബ് സീരീസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഷാൻ തുളസി ഡയറക്ട് ചെയ്തു. അർജുൻ ഭായ് ആണ് പ്രൊഡ്യൂസർ. സോ എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? കഴിഞ്ഞ സീസൺ നമ്മുടെ ടീമിലായിരുന്നു അർജുൻ ഭായ്. അപ്പൊ ഈ തവണ കപ്പടിക്കും. ഗുഡ് ഈവനിങ്, ഹാപ്പി ന്യൂ ഇയർ. ലാൽജി പറഞ്ഞ പോലെ ലാസ്റ്റ് ടൈം ഞാനും ലാൽജിയും സണ്ണിച്ചനും ലൈൻ ലെജൻസിലായിരുന്നു. ഐ തിങ്ക് പ്രശാന്ത് ഏട്ടനാണ് ഇപ്പോൾ ടീമിലുള്ളത് തോന്നുന്നു. രനീഷ് ഭായ് പറഞ്ഞ പോലെ ഞങ്ങൾ കപ്പടിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണിത്, ഈ CCFന്റെ അണ്ടറിൽ. അപ്പോ ആ ഒരു സൗഹൃദം സാഹോദര്യം എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട്. വളരെ എനർജിയോട് കൂടിയിട്ടാണ് എല്ലാവരും കളിക്കുന്നത്, സന്തോഷത്തോടു കൂടിയാണ് കളിക്കുന്നത്. അത് അങ്ങനെ തന്നെ പോകണം. കപ്പ് ആരടിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയുണ്ട്. സോ താങ്ക് യു. ലെറ്റ്സ് നമുക്ക് ഗ്രൗണ്ടിൽ മീറ്റ് ചെയ്യാം. ഞങ്ങളുടെ ടീം ഓണർ പറഞ്ഞ പോലെ കപ്പടിക്കാനുള്ള ശ്രമം. ലെറ്റ്സ് ഫൈറ്റ്. താങ്ക് യു കിഡു അർജുൻ ഭായ്. സൂപ്പർ. കിഡു ബാറ്റർ ഞാൻ സേവ് ചെയ്തേക്കണം, എപ്പോഴും പറയാറുണ്ട്. സോ മെമെന്റോസ് നൽകുകയാണ് നമ്മള്. സ്വന്തമായിട്ട് നമ്മുടെ സെലിബ്രിറ്റി ആണ് സണ്ണി വെയിൻ, അദ്ദേഹത്തിന് മെമെന്റോ നൽകുകയാണ്. നല്ല കൈ കൊടുക്കാം പ്ലീസ്. Yes, we now have a bronze ambassador for the team, Anaka Narayanan. Now the team honor and co-owner of Gorilla Gliders, Ranish Kakadawata, Arjun Devins, and along with our sponsors Shivchit and Ramya Nayak. Thank you so much team. Thank you. So എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ക്രിക്കറ്റ് ഒരു ഗെയിം എന്നതിനേക്കാൾ ഉപരി this is where everybody enjoys playing, everybody enjoys coming together, having that feeling of one family അല്ലെ, one group. അപ്പോൾ സെപ്പറേറ്റ് ടീംസ് ആണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും ആസ്വദിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ കപ്പടിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും മുന്നേ കാണുന്ന ഒരു കാര്യം അല്ലേ? Alright, yes, we are going on and moving on to our next team. സോ അതിനു മുൻപ് നമ്മുടെ ഈ ഒരു താങ്ക് യു ദേവേട്ട, താങ്ക് യു സോ മച്ച്. അതുപോലെ അടുത്ത ഈ ഒരു മെമെന്റോ നൽകാനായിട്ട് മേ ഐ ഹാവ് അവർ വണ്ടർഫുൾ എക്സിക്യൂട്ടീവ് മെമ്പർ മനീഷ് ഏട്ട, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. എക്ലോമെന്റ് കൊടുക്കാം പ്ലീസ്. മഹിമയാണ് ആദ്യം കൈയടിക്കണം, ബാക്കി ആരും കൈയടിക്കില്ല പ്ലീസ്. താങ്ക് യു. സോ
സോ അടുത്ത ടീമിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. Phoenix Panthers with celebrity honor Akhil Mara, brand ambassador Selena and Johnson, team honor Ashik PA, co-honor Shafiq Rahman PA, and their team is to rise, be fierce, and win at the end, be triumphant. So ladies and gentlemen, this is Phoenix Panthers for all of you. സോ വെൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഫിനിക്സ് പാന്തേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു CCFന്റെ യൂസഫ് പത്താൻ ആൻഡ് ഇർഫാൻ പത്താൻ ബ്രദേഴ്സ്. സോ ഓൾ ദി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. എന്തോ സംഭവമുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ സ്പോൺസേഴ്സിനെ കൂടെ നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബ്രദർ തന്നെയാണ് മിസ്റ്റർ അഫ്സൽ ബാബു, brother of Kidu Ashi and Shafiq Bhai. Afsal Babu, could you please come and join us? അവർ രണ്ടുപേരും ഇപ്പൊ ത്രിമൂർത്തികളായിരിക്കുന്നു. അവരുടെ ഓൺ ബ്രദർ തന്നെയാണ് മിസ്റ്റർ അഫ്സൽ ബാബു. ഒപ്പം തന്നെ മിസ്റ്റർ ജോബിൻ വർഗീസ് ആൻഡ് സനിൽ കുമാർ. could you please come and join us? ജോബിൻ വർഗീസ് ആൻഡ് സനിൽ കുമാർ. ആ കയ്യടിയുടെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? Yes, yes, Phoenix Panthers ആണ് ഇപ്പൊ നമ്മളുടെ കൂടെ. ടീം Phoenix Panthers ആണ് ഇപ്പൊ നമ്മളുടെ കൂടെ വേദിയിലുള്ളത്. സോ കിഡുവിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? മൂത്ത ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കിഡു ആരാണ് മൂത്ത? ഓക്കെ, കിഡുവിന്റെ ശബ്ദ ഗാംഭീര്യം. മൈക്ക് വേണ്ടല്ലോ? മൈക്ക് വേണോ? നിർബന്ധമില്ല, എന്നാലും നമുക്ക് കൊടുക്കാം അല്ലെ? ഓക്കെ, എന്താണ് പറയാനുള്ളത്? ഒരു അടിപൊളി ഫ്രാഞ്ചൈസി തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഒരുപാട് വെല്ലുവിളികളൊക്കെ കേട്ടു അല്ലെ? ശോഭയും കൂട്ടരും എല്ലാവരും ഇവിടെ വെല്ലുവിളി വിളിച്ചിട്ടാണ് പോയി. എന്താ പറയുന്നത്? ഗുഡ് ഈവനിങ് എവരിബഡി, ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായിട്ട് നമ്മുടെ എൻ്റെ സെലിബ്രിറ്റി ഓണറായ അഖിൽ മാരാർ ഇവിടെ ഇല്ല. അദ്ദേഹം ക്രിക്കറ്റിൽ മാത്രമല്ല പുതിയൊരു ഇന്നിങ്സിന് കൂടി തുടക്കമിടാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് MLA സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ലിസ്റ്റിലുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് പുള്ളി ഇത്തിരി എൻഗേജായിരുന്നു. അതിപ്പോൾ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ സെറീന ടൂറിലാണ്. അടുത്ത നമ്മുടെ അടുത്ത ഫംഗ്ഷനിൽ ജോലിയിലാണ്. ഞങ്ങളെ ഫിനിക്സ് പാന്തേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശോഭ ഒരു ഡയലോഗ് അഖിലില്ലാത്തതുകൊണ്ട് ശോഭ കുറച്ച് ഡയലോഗ് അടിച്ച് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ അഖിലിറക്കിയിട്ട് കൗണ്ടർ അടിക്കും. ഓക്കെ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങൾ വളരെ ക്രിക്കറ്റ് പാഷനേറ്റായ ഫാമിലിയാണ്. ആക്ച്വലി സ്കൂൾ ലെവലിൽ തുടങ്ങി കളിക്കുന്നു. ഈ 49-ാം വയസ്സിലും ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. പലരും എൻ്റെ അടുത്ത് വന്ന് താടി കൈ അടിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫിറോസ് അമ്മാനത്ത് പറഞ്ഞ പുള്ളി ഒരു കഴിഞ്ഞ വട്ടം ഒരു നല്ല അടിപൊളി ഒരു ഫോർ അടിച്ചു. ഞാൻ പോയി ഫീൽ ചെയ്തു, നല്ല വീഡിയോ കിട്ടി. പക്ഷെ പുള്ളിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം ഈ വയസ്സന്മാരുടെ കൂടെയാണ് നീ ഫോർ അടിക്കുന്നത് കൊണ്ട് പുള്ളി അത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ വയസ്സല്ല നിങ്ങൾ പറയുന്നത്, ഇവിടെ ജസ്റ്റ് എ നമ്പർ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. എനിവേ ഞങ്ങൾ കഴിഞ്ഞ വർഷം സഹായിച്ച് ഞങ്ങളുടെ ടീമിന്റെ നല്ല എഫേർട്ട് ഉണ്ടാക്കിയും അതുപോലെ തന്നെ നന്നായിട്ട് കളിച്ചു സെമി ഫൈനലിസ്റ്റുകളായി. ഇത്തവണ നമുക്കങ്ങനെ വലിയ നമ്മൾ തീരുമാനങ്ങളൊന്നുമില്ല. ഇതൊരു പുതിയ ഫോർമാറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വെച്ച് കളിക്കേണ്ട കളി. നോർമൽ ക്രിക്കറ്റിനേക്കാൾ ഉപരി ഇതൊരു ഭയങ്കര കാൽക്കുലേഷൻ. എല്ലാവരും കളിക്കാൻ ഒറ്റ കാര്യം പറയുള്ളൂ, ഫീൽഡിൽ പോകുന്ന ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനൊക്കെ ഇതിൽ 2-3 കാൽക്കുലേറ്റർ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. കാരണം അവിടെ ഫീൽഡ് ചെയ്യുമ്പോൾ നോക്കി കാൽക്കുലേറ്റ് കളിക്കുന്നത് രണ്ട് സൈഡിൽ സ്കോർ കയറുന്നുണ്ട്. എന്തായാലും താങ്ക് യു. പ്രത്യേകിച്ച് ഇനി ബാക്കി നമ്മൾ വെല്ലുവിളിയില്ല. നമ്മൾ നമ്മുടെ എഫേർട്ട് നല്ല നാളെ നല്ല ടീമിനെ വിളിക്കാൻ സാധിക്കട്ടെ. എല്ലാ ടീമിനും വിജയ ആശംസ നേരുന്നു. താങ്ക് യു. സോ ഒരു മിനിറ്റ് സ്പീക്കറിൽ പോകുന്നതിലേക്ക് പൊതുവാണ് ഞാൻ മനീഷ് ഭായിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് വേറൊരു ബ്രദർ കൂടി ഉണ്ടല്ലേ, ഭയങ്കര ഹിറ്ററാണ്, ഗോൾഡ് സ്റ്റാർ ആൽബയ്ക്കൊക്കെ വേണ്ടി കളിച്ച അല്ലെ, ഇപ്പം എബ്രോഡ് എവിടെയാണ്? സുനിൽ അബൂബക്കർ ആക്ച്വലി എൻ്റെ അമ്മയുടെ മകനാണ്. ഇവൻ നാസിഫ് എൻ്റെ അമ്മയുടെ മകനാണ്. ഞാൻ ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ക്രിക്കറ്റ് ടീം ഓൾറെഡി ഉണ്ട്. എല്ലാവരും 6 ഹൈറ്റിലുണ്ട്. സുനിൽ ആക്ച്വലി 6ാമത്തെ ഒക്കെ സീസണായിട്ട് കളിച്ചതാണ്. അതിന്റെ ചെറിയൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ കളിക്കേണ്ട ഒരു നല്ലൊരു പ്ലെയർ ആണ് ആക്ച്വലി. താങ്ക് യു. ഓക്കെ, ഷഫീഖ് റഹ്മാൻ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് വീണ്ടും ഈ ടീമിന്റെ ഭാഗം പറ്റിയത്. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ സാധാരണ കുറച്ചൊക്കെ കളി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് തീരാറാകുമ്പോഴത്തേനും ഏകദേശം ഒരു റിസൾട്ട് അറിയാൻ പറ്റും. പക്ഷെ ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത നമ്മൾക്ക് അത് ഫസ്റ്റ് ടൈമാണ് ഈ പറഞ്ഞ ബോളിംഗ് ടീമിന് റൺസ് ആഡ് ആവുന്ന ഒരു സിസ്റ്റം. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ചില
ഗെയിമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ലാസ്റ്റ് ഓവറൊക്കെ ആകുമ്പോൾ 6 runs അല്ലെങ്കിൽ 5 runs ഒക്കെ മതിയാവും ഓപ്പോസിറ്റ് ടീമിൽ ജയിക്കാനായിട്ട്. പക്ഷെ അവിടെയും നമ്മുടെ ബോളേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു റൂളാണ് ഈ പറഞ്ഞ പോലെ 3 ഡോട്ട് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ 2 runs അവരുടെ ടീമിലേക്ക് ആഡ് ആവും. അപ്പം 6 runs ആണെങ്കിൽ അത് 8 runs ആയിട്ട് ടാർഗറ്റ് ആയി മാറുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അപ്പം ലാസ്റ്റ് ബോൾ വരെ മാച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഫോർമാറ്റാണ്. വളരെയധികം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് മനസ്സിലാക്കാൻ ആ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കെങ്കിലും പക്ഷേ നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ എല്ലാ ടീമുകളും നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ, ഇഞ്ചുറി ഇല്ലാതെ കളിക്കാൻ പറ്റട്ടെ. അതുപോലെ വിന്നിംഗ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഗ്യാതറിംഗ് ആണ് ഇതിൽ ഏറ്റവും വലിയൊരു അസറ്റ്. അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത നമ്മുടെ CCF അതോറിറ്റീസിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും വലിയ വിജയം. കളിയൊക്കെ സെക്കൻഡറി ആണ്. നമ്മൾ ഇതുവരെ വേണ്ടി കാണാൻ പറ്റിയതും നമുക്ക് ഇതുവരെ മിങ്കിൾ ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ഹെൽത്തി ആയിട്ട് ഒരു ആക്സിഡന്റ് കൂടാണ്ട് കളിക്കാൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാ ടീമുകൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Thank you. So yes, ടീമിന്റെ സ്പോൺസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് would like to hear from you. Okay, thank you. So memento നമ്മൾ നൽകുകയാണ്. സ്വാദിമായിട്ട് our celebrity honor on his behalf, please receive the memento. Yes, ടീമിനെ എല്ലാം നമ്മൾ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. To receive the memento on behalf of the celebrity honor for Phoenix Panthers, അഖിൽ മാരാർ. അഖിൽ ഭായി കേട്ടാൻ പറ്റില്ല, കുറെ തഗ് നമുക്ക് കേൾക്കായിരുന്നു. എന്തായാലും അപ്പം തന്നെ Brand ambassador ടീമിന്റെ Phoenix Panthersന്റെ brand ambassador Selina and John Smith representing order. We have one of our sponsors receiving a memento from CCF. of course the team honor and co-owners Ashik PA and Shafiq Rahman PA. So yes, we have the brothers Ashik PA and Shafiq Rahman PA, the team honor and co-honor for Phoenix Panthers. So thank you so much. Thank you all of you and thank you Manish bhai as well. All the best Phoenix Panthers. സ്വാഗത ടീമിനെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ മെമെന്റോ നൽകാനായിട്ട് we have Dr. Sumit Wilson, our executive member, to please come on stage. Dr. Sumit Wilson. Sujata. Okay, he'll be here soon. സ്വാഗതമായിട്ട് സുല്ലന അവരോ സുല്ലന yes. Sunil Khara, their team is endurance, agility and the willpower. So we'll start with Mahima Nambiar left. God is looking amazing, Mahima. So ഈ തവണയും സപ്പോർട്ട് ഉണ്ടാവും ഈ ടീമിനെ വിജയത്തിലെത്തിക്കും അല്ലേ? Good evening everyone. Happy New Year. CCF ആയിട്ടുള്ള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഇത്തവണയും സീമോ സെയിലേഴ്സിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ സെലിബ്രിറ്റി ഓണർ ഉണ്ണി പോകുന്നത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ഓക്യുപ്പൈഡ് ആണ്. പിന്നെ ഞങ്ങളുടെ ടീം ഓണേഴ്സ് പ്രഭുരാജേട്ടൻ, സുദീപേട്ടൻ, ഞങ്ങളുടെ നെടുതൂണായ പ്രശോഭേട്ടൻ. We are really excited. കഴിഞ്ഞ തവണ unfortunately we couldn't win. ഇത്തവണ ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. And good luck to all the other teams. Thank you. Thank you so much, Mahima. So yes, we are moving on to presenting the mementos for the team. So I would like to welcome the entire team to receive a memento. Actually, we were thinking അടുത്ത തവണ ഞങ്ങളുടെ ടീം അതെ അടുത്ത തവണ അല്ലേടാ ഞങ്ങളുടെ ടീമിന്റെ പേര് സീഹോസ് സെയിലേഴ്സ് എന്ന് ആക്കണമെന്ന് പറയുക വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഇല്ലാത്തത് മിസ്സിംഗ് ആണ്. അതിനൊപ്പം തന്നെ പ്രവീൺ എല്ലാവർക്കും സ്ട്രക്ചാണ്. എല്ലാവരും ഒഴി തിരിച്ച് ഗ്രൗണ്ടിൽ വരുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി വിജയാശംസ. So memento-യിലേക്ക് നമ്മൾ കിടക്കുകയാണ്. We'll start with Mahima Nambiar, our brand ambassador. Thank you Mahima for the support once again. So ഒപ്പം തന്നെ നമ്മുടെ സെലിബ്രിറ്റി ഓണർ on behalf of on his behalf ഇവിടെ memento സ്വീകരിക്കുകയാണ്. Thank you all amazing honors. The honor. So thank you so much.